അല്ലാഹ് ശല്യക്കാരുടെ ശല്യം മുസ്ലിമീങ്ങളിൽ മസ്ലഹത്ത് ഉണ്ടാക്കണം. ഒരു നിലക്കും മസ്ലഹത്ത് വരുന്നില്ലെങ്കിൽ ശല്യക്കാരുടെ ശർറിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണം. സറഫല്ലാഹു ശർറൽ മുഅ്ദീൻ. മുഅ്മിനീങ്ങളെ വിഷമിപ്പിക്കുന്നവർ അവർ ചെയ്യുന്നത് മഹാപാപമാണ്. മനസ്സിലാക്കണം. സൂറത്തുൻ നൂറിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നുണ്ട് ഈ മുഅ്ദീങ്ങളെ കുറിച്ച്. സൂറത്തുൻ നൂറിൽ അല്ലാഹ് പറയുന്നുണ്ട് വല്ലദീന യുഅ്ദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ബിഗൈരി മക്തസബൂ. അവർ ചെയ്യാത്ത തെറ്റുകുറ്റങ്ങൾ, ആ ചെയ്യാത്ത തെറ്റുകുറ്റങ്ങളുടെ പേരിൽ മോമിനീങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ, മോമിനീങ്ങളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഫഖദ് ഇഹ്തമലൂ ബുഹ്താന, അവര് അതാ പച്ചക്കള്ളമാണ് പറയുന്നത്. അവർ ശക്തമായ ആരോപണമാണ് പേറിയിരിക്കുന്നത്, വ്യക്തമായ കുറ്റവുമാണ് അവർ തലയിലേറ്റുന്നത് എന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നൂറിൽ അല്ലാഹു പറയുന്നുണ്ട്. അപ്പൊ മോമിനീങ്ങളെ ശല്യം ചെയ്യാൻ പാടില്ല. മോമിനീങ്ങൾക്ക് ശല്യമാകുന്ന ഒരു വാക്ക് പോലും നമ്മുടെ പ്രവൃത്തിയിൽ ഉണ്ടാവാൻ പാടില്ല, നമ്മുടെ വാക്കിലുണ്ടാവാൻ പാടില്ല, നമ്മുടെ ചിന്തയിലുണ്ടാവാൻ പാടില്ല. നമ്മൾ ചിലപ്പോഴൊക്കെ സാധാരണക്കാർ പലപ്പോഴും ഈ ഹദ്ദാദ് ചെല്ലുമ്പോൾ ശറഫല്ലാഹു ശറൽ മൂദി എന്നാ പലപ്പോഴും ചെല്ലാറുള്ളത്. അതിങ്ങനെ കേൾക്കുമ്പോൾ ഒരു വിഷമം തോന്നാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് സ്വാദ് തന്നെ പറയണം, അല്ലെങ്കിൽ ശല്യക്കാരുടെ ശല്യം ഒന്നും കൂടെ ജോറാക്കണേന്ന് അർത്ഥം വരിക. ശറഫല്ലാഹു ശറൽ മൂദി എന്ന് പറഞ്ഞാൽ അപ്പൊ സ്വറഫല്ലാഹു ശറൽ മൂദീൻ, സ്വറഫല്ലാഹു ശറൽ മൂദീൻ, ശല്യക്കാരുടെ ശല്യം നീ തിരിച്ചുവിടണേ അല്ലാഹ്. ഞങ്ങൾക്കത് ഏൽപ്പിക്കരുത്, ഞങ്ങൾ അത് ഏൽക്കുന്നതിനെ തൊട്ട് നീ തിരിച്ചുവിടണം. നോക്കൂ, നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്തണ്ട. ജനങ്ങളെ ശല്യം ചെയ്യാന്ന് പറഞ്ഞാൽ അതിനൊരുപാട് രൂപങ്ങളുണ്ട്. ഗീബത്ത് പറയുന്നത് ശല്യമാണ്, നമീമത്ത് പറയുന്നത് ശല്യമാണ്, ആരോപണം ഉന്നയിക്കുന്നത് ശല്യമാണ്, ദേഹോപദ്രവം നടത്തുന്നത് ശല്യമാണ്, ഒക്കെ ശല്യങ്ങളാണ്. അപ്പൊ ഈ ശല്യങ്ങളിൽ നിന്നൊക്കെയും മാറി നിൽക്കാൻ കഴിയണം. എല്ലാ ശല്യങ്ങളിൽ നിന്നും മാറി നിൽക്കണം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, പലിശകളുടെ കൂട്ടത്തിൽ വമ്പിച്ച പലിശ, ഏറ്റവും വലിയ കൂട്ടുപലിശ ഏതാണെന്നറിയോ? ഏറ്റവും വലിയ കൂട്ടുപലിശ അത് ഇസ്തിത്വാലത്തുർ റജുലി ഫീ ഇർദി അഖീഹിൽ മുസ്ലിം. ഒരു മനുഷ്യൻ അവന്റെ മുസ്ലിമായ സഹോദരന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചുകൊണ്ട് നാക്ക് നീട്ടി സംസാരിക്കലാണ്. എന്ന് പറഞ്ഞാൽ മുസ്ലിം സഹോദരനെതിരെ അവന്റെ നാക്കിന് ഒരു 2 മീറ്റർ നീളമുണ്ട്. ഇത് നിർത്തണം. ഇത്ര ആളുകൾ അല്ലേ? സാധാരണ ഒരു മുസ്ലിം സഹോദരനോട് തന്നെ ഇത് പാടില്ല. അപ്പോൾ ഒരു പണ്ഡിതനോടായാലോ ഒരു സയ്യിദിനോടായാലോ വളരെ ഗൗരവത്തോട് കൂടെ ആലോചിക്കേണ്ടതാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ പ്രഭാഷണ പരിപാടിയിലൂടെ പ്രസംഗിക്കുമ്പോൾ അറഫാ മരുഭൂമിയിൽ നിന്ന് ഖുർആൻ പഠന ക്ലാസ്സിന് വേണ്ടി ഇജാസത്ത് നൽകുമ്പം ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് എന്ന് പറഞ്ഞ ഒരു നിർദ്ദേശം, ഒരാലിമിനെയും നാക്കുകൊണ്ട് വിഷമിപ്പിക്കരുത്, ഒരു സയ്യിദിനെയും ഉപദ്രവിക്കുന്ന വാക്കുകൾ പറയരുത് എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇന്നുവരെ പ്രസംഗത്തിൽ അത് പുലർത്തിപ്പോരാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം എന്താണ്? നമ്മൾ എല്ലാവർക്കു വേണ്ടിയും സാദാത്യങ്ങള് എല്ലാവരെയും സാദാത്യങ്ങളായി കാണണം. ബഹുമാനപ്പെട്ട പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ടവരുടെ ഖബർ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ, അവരുടെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. കാരണം അത് അല്ലാഹുവിന്റെ ഹബീബിന്റെ ജുസ് ആണ്, നമ്മളത് അംഗീകരിക്കുന്നവരാണ്. നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരാനിരിക്കുന്ന ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ അല്ലാഹുവിന്റെ ഹബീബിന്റെ ജുസ് ആണ്. നോക്കൂ, നിങ്ങൾ കൊടിയുടെ നിറം നോക്കിയിട്ടല്ലോ തങ്ങളെ ആദരിക്കേണ്ടത്, ഗ്രൂപ്പ് നോക്കിയിട്ടല്ല തങ്ങളെ ആദരിക്കേണ്ടത്. എപ്പോഴും ബഹുമാനപ്പെട്ട ശൈഖുന പറയുന്നതാണിത് എന്നല്ല, അവിടുത്തെ ശിഷ്യന്മാരെ ഉപദേശിക്കുന്ന കാര്യവുമാണ്. എല്ലാവർക്കും വേണ്ടി ഇനി ജീവിച്ചിരിക്കുന്ന സാദാത്യങ്ങൾക്ക് വേണ്ടി ഒക്കെ ദുആ ചെയ്യുക. കാരണം ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശേഷിപ്പുകളെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞെങ്കിൽ ആ തിരുശേഷിപ്പുകളിലെ വളരെ പ്രധാനപ്പെട്ട തിരുശേഷിപ്പുകളാണ് ഹബീബിന്റെ പേരമക്കള്.
ഹബീബിന്റെ പേരമക്കള് ഇവിടുത്തെ തിരുശേഷിപ്പുകളാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ മുഴുവൻ ബറക്കത്തുകൊണ്ട് അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ നന്നാക്കി തരട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഇസ്സത്ത് നൽകി ഇസ്സത്ത് പ്രദാനം ചെയ്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ ആദരിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ശ്രദ്ധിക്കണം, ജീവിതത്തില് വിഷം, ആ വിഷം നാക്കിൽ പറ്റിപ്പോകുന്നത് കരുതണം, അപകടം ചെയ്യും. അപ്പൊ സറഫല്ലാഹു ശർറൽ മൂദീൻ എന്ന് ദുആ ചെയ്യുന്ന നമ്മൾ തന്നെ എന്ത് ചെയ്യാം? അതിരു തിരക്കാൻ ഇറങ്ങാം, നമ്മൾ തന്നെ അക്രമത്തിനിറങ്ങുക, നമ്മൾ തന്നെ പാരവെക്കാനിറങ്ങുക, നമ്മൾ തന്നെ ദേഹോപദ്രവത്തിനിറങ്ങുക, നമ്മൾ തന്നെ വേണ്ടാത്തരങ്ങൾക്കൊരുങ്ങുക. ഒരാളെയും ശല്യം ചെയ്യുന്ന രൂപം ജീവിതത്തിൽ ഉണ്ടാവരുത് എന്നെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തട്ടെ. അസ്ലഹല്ലാഹു ഉമൂറൽ മുസ്ലിമീന സറഫല്ലാഹു ശർറൽ മുഅ്ദീൻ. ഒരാളെ ഗീബത്ത് പറയാന്ന് പറഞ്ഞത് വളരെ മോശപ്പെട്ട സംഗതിയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. വലാ, അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, വലാ യഗ്തബ് ബഅദുകും ബഅദാ അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂ. സഹോദരന്റെ മാംസം പച്ചക്ക് തിന്നുന്നതിന് തുല്യമാണ്. സഹോദരന്റെ മാംസം പച്ചക്ക് തിന്നുന്നതിന് തുല്യമാണ്. അവനെ ഗീബത്ത് പറയാ എന്ന് പറഞ്ഞത്, പരദൂഷണം പറയാ എന്ന് പറഞ്ഞത്. മാറി നിൽക്കണം മുഅ്മിനീങ്ങൾ അതിൽ നിന്ന്. വളരെ ഗൗരവത്തോടെ ആലോചിക്കേണ്ടതാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ലോണം ഗൗരവത്തിൽ തന്നെ ആലോചിക്കണം. പിന്നീട് മുഅ്മിനീങ്ങളെ ശല്യം ചെയ്യരുത് എന്ന് പറഞ്ഞു. സറഫല്ലാഹു ശർറൽ മുഅ്ദീൻ എന്ന് പറഞ്ഞ ശല്യക്കാരുടെ ലിസ്റ്റിൽ മുഹമ്മദുർ റസൂലുള്ളാഹിയെ ശല്യം ചെയ്യരുത്. കാരണം സൂറത്തുൽ മുഅ്മിനൂനയിലെ, സൂറത്തുൻ നൂറിലെ ഈ ആയത്ത് അവതരിപ്പിക്കുമ്പോൾ മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും അവർ ചെയ്യാത്ത കുറ്റത്തിന് ശല്യം ചെയ്യുന്നവരെന്ന് പറഞ്ഞതിന്റെ തൊട്ടു മുകളിലുള്ള ആയത്ത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. എന്താണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അല്ലാഹുവിനെയും ശല്യം ചെയ്യുന്നവർ, അവർക്ക് ശക്തമായ ശിക്ഷയുണ്ട്. അവരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ശപിച്ചിരിക്കുന്നു. അവരെ അല്ലാഹു അവന്റെ റഹ്മത്തിനെ തൊട്ട് ആട്ടിയിരിക്കുന്നു എന്നാണ് അതിന്റെ തൊട്ടു മുമ്പിലുള്ള ആയത്തിൽ പറയുന്നത്. വല്ലദീന യുദൂനല്ലാഹ വറസൂലഹു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. അവർക്ക് വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വളരെ വൃത്തികെട്ട ശിക്ഷ ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അവിടെ ഒരു ശൈലിയുണ്ട്. അതെന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശല്യം ചെയ്യാന്ന് പറയുമ്പോൾ മുഅ്മിനീങ്ങളെ ശല്യം ചെയ്യുന്നിടത്ത് ബിഗൈരി മക്തസബു എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ചെയ്യാത്ത കുറ്റത്തിന് അവരെ ശല്യം ചെയ്യുന്നവർ, അവർ ചെയ്യാത്തതിന്റെ പേരിൽ ശല്യം ചെയ്യുന്നവർ. റസൂലുള്ളാഹിക്ക് അങ്ങനെയൊന്നുമില്ല. കാരണം റസൂലുള്ള ചെയ്തതിന്റെ പേര് ശല്യം ചെയ്യാന്നുള്ള സംഗതിയേ ഉണ്ടാവില്ല. കാരണം അങ്ങനെ ഒരു ഉപദ്രവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനോട് ചെയ്യൂല. അങ്ങനെ ചെയ്യുന്ന ആളല്ല. അപ്പൊ അവിടെ ചെയ്തോ ചെയ്തില്ലേ എന്നുള്ളത് ചിന്തിക്കേ വേണ്ട. കാര്യകാരണം ഉണ്ടോ അല്ലേ എന്ന് ആലോചിക്കുക പോലും വേണ്ട. റസൂലുള്ളാഹിനെ ശല്യം ചെയ്യുന്നത് അപകടമാണ്. അത് നിരുപാധികമാണ്, മറ്റേത് സ്വാഭാവികമാണ്. രണ്ടും അങ്ങനെ പറയുമ്പോൾ രണ്ടും വേർതിരിച്ച് തന്നെ മനസ്സിലാക്കണം. നിരുപാധികം റസൂലുള്ളാഹിയെ ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബിനെ ശല്യം ചെയ്യുന്ന എന്തെങ്കിലും വാക്കുകളോ പ്രവർത്തികളോ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്, വാക്കിൽ വരുന്നത്, പ്രവൃത്തിയിൽ വരുന്നത് കരുതണം കേട്ടോ മുഅ്മിനീങ്ങളെ. കരുതണം, കരുതണം. ഞാൻ മുമ്പ് നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്, വർത്തമാന കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും കരുതേണ്ട ഒരു സംഗതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശല്യം ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ താടി രോമം പിടിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ രോമം, എന്റെ ശറഫാക്കപ്പെട്ട തിരുരോമം, അതിനെ ഒരാൾ ശല്യം ചെയ്യുകയാണെങ്കിൽ എന്ന് തന്നെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒന്ന് പൊടിപോറ്റി നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുഅ്മിനീങ്ങളോട് ഞാൻ പറയുന്ന, നമ്മൾ അത്തരം സംസാരങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. എന്റെ ശബ്ദം കേൾക്കുന്നവരിൽ പലരും ഉണ്ടാകും, എല്ലാ ആളുകളും ഈ സദസ്സിൽ ഒരു പക്ഷേ കൂടിയിട്ടുണ്ടാകും. ഞാൻ പറയുന്നത് നമ്മുടെ ഈമാനിന്റെ സംരക്ഷണത്തിന്, നമ്മുടെ ഈമാനിന്റെ സലാമത്തിന് വേണ്ടി വളരെ ആത്മാർത്ഥമായി നിങ്ങളോട് പറയാം, നമ്മൾ ആദരിക്കാൻ പോകുന്നില്ലെങ്കിൽ പോകണ്ട, നിന്ദിക്കാൻ പോകണ്ട, നിന്ദിക്കാൻ പോകണ്ട. കാരണം സാധ്യതയുടെ പേരിൽ ആദരിച്ചാലും കൂലി കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. സാധ്യതയുടെ പേരിൽ നിന്ദിച്ചാലും കിട്ടേണ്ടത് കിട്ടും.
സാധ്യതയുടെ പേരിൽ നിന്ദിച്ചാലും കിട്ടേണ്ടത് കിട്ടും. അപ്പോ വളരെ ഗൗരവത്തോടു കൂടെ ആലോചിക്കേണ്ട സംഗതിയാണ്. അതിൽ നാക്കുവെച്ച് വഷളാക്കാതിരിക്കലാണ് എപ്പോഴും നല്ലത്. ഇത് മോമിനിങ്ങളോട് സ്നേഹബുദ്ധിയ ഹൃദയം തുറന്നുള്ള ഒരു ചെറിയ വസിയത്താണ്. ഞാൻ അതേക്കുറിച്ച് അത് മാത്രമേ പറയുന്നുള്ളൂ. കാരണം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറഞ്ഞു, മൻ തറക സ്വലാത്ത സിനീൻ ലമുകഫിറു. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസാണ്, മൻ തറക സ്വലാത്ത സിനീന ലമുകഫിറു. ഒരാൾ വർഷങ്ങളോളം നിസ്കാരം ഒഴിവാക്കിയാൽ ഞാൻ അവനെ കാഫിറാക്കൂല. അല്ലാഹു പറയാണ് റസൂലുള്ളാഹിനോട്. പക്ഷേ തങ്ങളുടെ തിരുമുടികളിൽ ഒന്നിനെ ഒരാൾ ശല്യം ചെയ്താൽ എത്ര ബേജാറുണ്ട്. എന്റെ പക്ഷത്ത് വരുന്ന വീഴ്ച ഞാൻ സഹിക്കൂ. എനിക്ക് വേണ്ടി അവൻ നിസ്കരിച്ചില്ല, കൊല്ലങ്ങളോളം നിസ്കരിച്ചില്ല, നിസ്കരിക്കാത്തത് കൊണ്ട് ആള് കാഫിറാവൂലല്ലോ. നിസ്കാരത്തിന്റെ ഉജൂബ് നിഷേധിച്ച കാഫിറാകും. അപ്പൊ എനിക്ക് അടച്ചു തീർക്കേണ്ട ഒരു തീരുവ അടച്ചു തീർത്തില്ലെങ്കിൽ അത് ഞാൻ പ്രശ്നമാക്കുന്നില്ല. പക്ഷേ തങ്ങളെ കുതിര വിട്ടാൽ ഞാൻ അവനെ വെറുതെ വിടൂല. ചിന്തിക്കേണ്ടതാണ്. ഇപ്പൊ ഞാൻ പറയുന്ന അറിഞ്ഞോ അറിയാതെയോ അപകടം വരുന്നത് കാക്കണം. ഈമാനുള്ള മോമിനീങ്ങൾ വളരെ ഗൗരവത്തോടെ ആലോചിക്കണം. അസ്ലഹല്ലാഹു ഉമൂറൽ മുസ്ലിമീൻ സ്വറഫല്ലാഹു ശർറൽ മുദീൻ. മുഅ്ദീൻ എന്തൊക്കെ പ്രശ്നങ്ങളാ മുമ്പിൽ കുന്നുകൂടി കിടക്കുന്നത്. എന്തൊക്കെയാണ് ഇവിടെ മസ്ലഹത്താവാനുള്ളത്, നല്ല വഴിക്ക് വന്ന് തീരാനുള്ളത്. ഏതെല്ലാം ശല്യക്കാരുടെ ശല്യങ്ങളാണ് വഴി തിരിച്ചു വിടാനുള്ളത് പടച്ചോൻ. അപ്പൊന്ന് ആത്മാർത്ഥമായി നിങ്ങളെ വീട്ടിന്, നിങ്ങളെ കുടുംബത്തിന് കള്ളന്മാരുടെ ഉപദ്രവം, ഈമാൻ പോക്കറ്റടിക്കാരുടെ ഉപദ്രവം, സർവ്വവിധത്തിലുള്ള ശല്യക്കാരുടെയും ഉപദ്രവം. അത് രോഗമാകാം, രോഗാണുക്കളാവാം, എല്ലാം അതിൽ പെടുട്ടോ. എല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് മുസ്ലിമീങ്ങളുടെ സകല കാര്യവും നീ സന്തോഷത്തിലാക്കണേ, നന്മയിലും റാഹത്തിലും സന്തോഷത്തിലുമാക്കണേ. ശല്യക്കാരുടെ ശല്യങ്ങളെ തൊട്ട്, ശല്യം ഞങ്ങളെ തൊട്ട് നീ തിരിച്ചുവിടണേ അല്ലാഹ് എന്ന് മനസ്സിലിങ്ങനെ കരുതിയിട്ട് ഒരു 3 വട്ടം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് ചൊല്ലിയ ആ ദിക്ർ ഈ സദസ്സ് ഒരുമിച്ചൊന്ന് ഉരുവിടുക. അസ്ലഹല്ലാഹു ഉമൂറൽ മുസ്ലിമീൻ സ്വറഫല്ലാഹു ശർറൽ മുഅ്ദീൻ. അസ്ലഹല്ലാഹു ഉമൂറൽ മുസ്ലിമീൻ സ്വറഫല്ലാഹു ശർറൽ മുഅ്ദീൻ. അസ്ലഹല്ലാഹു ഉമൂറൽ മുസ്ലിമീൻ സ്വറഫല്ലാഹു ശർറൽ മുഅ്ദീൻ. നമ്മൾ വെറുതെ നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ മനുഷ്യനെ പറ്റി പോലും നമീമത്ത് പറഞ്ഞ് ഇവിടെ നിന്ന് കേൾക്കാൻ, എന്നിട്ട് അത് മറ്റോടത്ത് കൊണ്ടുപോയി കൊടുക്കുക, എന്നിട്ട് അവരെ പരസ്പരം തമ്മിലടിപ്പിക്കുക, എന്നിട്ട് ദൂരെ നിന്നിട്ട് നമ്മൾ ചിരിക്കുക. വേണ്ട മോമിനീങ്ങളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ അയൽപക്കങ്ങളിലേക്ക് ഈ കത്തുമായി, ഫസാദിന്റെ കത്തുകളുമായി നേരം വെളുത്താൽ ഓടി നടക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അവസാനിപ്പിക്കണം കേട്ടോ. സലഫു സാലിഹീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പണ്ഡിതൻ പറഞ്ഞ വാക്കാണ്. എന്താ? ലാ യകൂനു നമ്മാമു ഇല്ലാ വലദ സിനാ. നമീമത്ത് പറയൽ തൊഴിലാക്കി നടക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ, അതെന്നെയാണ് പണിയെങ്കിൽ അയാളുടെ അഡ്രസ്സിൽ സംശയിക്കണം. ലാ യകൂനു നമ്മാമു ഇല്ലാ വലദ സിന. നമീമത്ത് തൊഴിലാക്കിയ ആള്, നമീമത്ത് പറയലൊരു തൊഴിലാക്കി, അതൊരു ഹോബിയാക്കി കൊണ്ട് നടക്കുന്നയാള്, അതാണ് അയാളുടെ ഹരം. ഇങ്ങനെ കൊണ്ടു നടക്കുന്നയാൾ ഇല്ലാ വലദ സിന, അവനൊരു ഹറാം പറന്നോനാവാനേ നിർവാഹമുള്ളൂ. സലഫു പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പണ്ഡിതൻ പറഞ്ഞതാണ്. നേരം വെളുത്താൽ അങ്ങാടിയിൽ വന്നിരിക്കുന്നു, വൈകുന്നേരം വരെ പറഞ്ഞ്, പിന്നെ വൈകുന്നേരം രാത്രി പിന്നെയും പറഞ്ഞ്, രാത്രി 12 മണി വരെ പറഞ്ഞ്, പിന്നെയും നേരം വെളുക്കുമ്പോഴേക്ക് അതാ പീഡികത്തിണ്ണയിലെത്തുന്നവർ ഒന്ന് സൂക്ഷിച്ചോളണം. പീഡികയിൽ വരണ്ടെന്നല്ല, പത്രം വായിക്കണ്ടെന്നല്ല, വാർത്താ മീഡിയകൾ ശ്രദ്ധിക്കണ്ടെന്നല്ല, പക്ഷേ നമീമത്തും ഗീബത്തും കരുതിക്കോ, അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമാകും എന്ന കാര്യം ആലോചിക്കുന്നത് നല്ലതാണ്. ദാ പീഡികക്കൊലായിലെ സംസാരം
അവിടുത്തെ ബഡായി, അവിടുത്തെ വെടിക്കെട്ട്, ആ വെടിക്കെട്ടിന് കൊഴുപ്പ് പകർന്നുകൊണ്ട് നമ്മൾ മോമിനീങ്ങളെ തെറി പറയേണ്ട. സിബാബുൽ മുസ്ലിമി ഫുസൂഖ്, മോമിനിനെ അസഭ്യം പറയൽ തമ്മാടിത്തമാണ്. വഖിതാലുഹു കുഫർ, മോമിനിനോട് സമരം പ്രഖ്യാപിക്കൽ, അവനെ കൊന്നുകളയൽ, അവനെ ദേഹോപദ്രവമേൽപ്പിക്കൽ, അത് കുഫ്രിയത്തിന്റെ ഭാഗമാണ്. ഈമാനുള്ളവൻ ചെയ്യൂല, നരകത്തിൽ പോകുന്ന പണിയാണത്. അതുപോലെ തന്നെ പലരും പലരെ പറ്റിയും ഇങ്ങനെ പറയുന്നു. നമ്മളും കൂടെ കൂടി അതിന് കൊഴുപ്പ് പകർന്ന് സംസാരിച്ച് കളിയാക്കി ചിരിച്ചാൽ കേട്ടോളൂ, യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ നസാഅൻ യകൂനു ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാഇൻ നസാഅൻ യകുന്ന ഖൈറൻ മിൻഹുൻ. ആരും ഒരു സമുദായം മറ്റൊരു സമുദായത്തെ കൊഞ്ഞനം കുത്തണ്ട, കളിയാക്കണ്ട. ആ കളിയാക്കി ചിരിക്കുന്നത് അപകടമാണ്. ആരും ആരെയും ചെറുതാക്കാനില്ല. ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം, പരിഹാസം നിർത്തിവെക്കണം. നോക്കൂ നിങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഇതുപോലുള്ള ഒരു വേദി, ഈ വേദിയിൽ താടി വെച്ച് തലപ്പാവ് വെച്ച് കന്തൂറയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് ഈ ഇത്തരത്തിലുള്ള അസഭ്യങ്ങൾ പറയാൻ തുടങ്ങിയാൽ, വളരെ വൃത്തികെട്ട വാക്കുകൾ പറയാൻ തുടങ്ങിയാൽ, പിന്നെ എൻ്റെ വാക്കിന് വല്ല നിലവാരവും ഉണ്ടാവോ? ഞാൻ മനസ്സിലാക്കുന്നത് സാധാരണക്കാർക്ക് ഇൽമിനോടുള്ള ബഹുമാനം കുറഞ്ഞത്, അവർ വളരെ ദാഹിച്ച് മോഹിച്ച് ആത്മീയ വളർച്ചയും ഉയർച്ചയും കരുതി ഒരു ഇൽമിന്റെ സദസ്സിലെത്തുമ്പോ കേട്ടുമടങ്ങുന്നത് ഗീബത്തും നമീമത്തും പരിഹാസങ്ങളുടെ വെടിക്കെട്ടുകളുമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ ദുരന്തത്തിലേക്കാ പോകുന്നത്. അപ്പോൾ ഇത്തരം വേദികൾക്ക് വഴിയൊരുക്കുന്നവരാലോചിക്കണം, നെഞ്ചത്ത് കൈവച്ചാലോചിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, നല്ലത് പറയാ, നല്ലത് മാത്രം പറയുക, നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം ചെയ്യുക. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുൻ വലാ തൽമിസൂ അൻഫുസകും. നമ്മൾ ഈ ആയത്ത് വിശദീകരിക്കുകയാണെങ്കിൽ കുറെ കാര്യങ്ങൾ അതിൽ നമുക്ക് പഠിക്കാനുള്ള നല്ല രസകരമായ ഒരുപാട് പാഠങ്ങളുണ്ട്. ആരും ആരെയും കൊച്ചാക്കണ്ട, കാരണം അവർ നിങ്ങളെക്കാൾ ഉഷാറായിരിക്കുന്നതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതിങ്ങനെ ഉദാഹരണ സഹിതം ഇങ്ങനെ പറഞ്ഞാൽ ശരിക്കും ബോധ്യപ്പെടും. ഞാൻ ഒരാളെയും കളിയാക്കാൻ മാത്രമല്ല, കാരണം എന്നേക്കാൾ പല കഴിവും ഉണ്ടാവും ആ കളിയാക്കണ മനുഷ്യന്. അത് ആരെ സങ്കല്പിച്ചാലും ആ മനുഷ്യന് ഞാൻ ചെയ്യാത്ത പലതും ചെയ്യാൻ കഴിയും. പിന്നെ അയാളെ ഞാൻ എങ്ങനെയാ കളിയാക്കുക? പെണ്ണുങ്ങളോട് പ്രത്യേകിച്ചും കണ്ടങ്ങള് ഈ കൗമും മിൻ കൗം എന്ന് പറഞ്ഞാൽ എന്താ? അത് ആണുങ്ങൾക്ക് മാത്രമുള്ളതാ ഈ കൗം എന്നുള്ള പ്രയോഗം? അല്ല, പെണ്ണും പെടും. പിന്നെന്താ പെണ്ണുങ്ങൾക്ക് പ്രത്യേകം? അത് പെണ്ണുങ്ങൾക്ക് പ്രത്യേകം അല്ലെ, സംവരണം പ്രഖ്യാപിച്ചതുപോലെ പ്രഖ്യാപിച്ചതാ. കാരണം ഈ വേല കുറച്ച് കൂടുതലാ പെണ്ണുങ്ങൾക്ക്. ഇത് ആളെ കളിയാക്കുക എന്നുള്ള പരിപാടി പെണ്ണുങ്ങൾക്ക് കുറച്ച് കൂടുതലാണ്. പരിഹസിക്കാം, കളിയാക്കുക എന്നുള്ള പരിപാടി. അപ്പൊ പെണ്ണിനോട് ഒന്നും കൂടെ ശക്തമായ ഭാഷയിൽ അടിയറവ് പറയേണ്ടി വരും. എന്ത്? ആരെങ്കിലും ആവശ്യമില്ലാതെ പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ അടിയറവ് പറയേണ്ട പല ഘട്ടങ്ങളും വരും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെയും നിങ്ങളെയും നന്നാക്കി തരട്ടെ, നല്ല മനസ്സിന്റെ ഉടമകളാക്കി തരട്ടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. എന്നിട്ടോ പറയുന്നു, വലാ തൽമിസൂ അൻഫുസകും വലാ തനാബസൂ ബിൽ അൽഖാബ്. നിങ്ങളുടെ കൂട്ടുകാരുടെ കുറ്റവും കുറവും തെരഞ്ഞു നടക്കരുത്. നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങൾ ടൈറ്റിൽ പേരുകളിൽ അഭിസംബോധനം ചെയ്യരുത്. വലാ തനാബസൂ ബിൽ അൽഖാബ്. ടൈറ്റിൽ നാമങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ വിളിക്കരുത്. ലഖബലമുകള് എന്ന് പറഞ്ഞാൽ ദുഷ്പേരുകള്. ബഹുമാനാദരവോടെ സമൂഹം നൽകിയ പേരുകളുണ്ട്, ആ പേരുകൾ വിളിക്കാം. ലഖബലം എന്ന് പറഞ്ഞാൽ സ്ഥാനപ്പേര് രണ്ട് രൂപത്തിലുണ്ടാകും. ടൈറ്റിലുകൾ ബഹുമാനപൂർവം നൽകിയത്. ബഹുമാനപ്പെട്ട ഉള്ളാളത്തെ പാപ്പക്ക് താജുൽ ഉലമ എന്ന് പറയുന്നത് അവിടുത്തെ ടൈറ്റിലാണ്.
നാം നൽകി ആദരിച്ച് ബഹുമാനിച്ച് നൽകിയ ടൈറ്റിലാണ്. കാന്തപുര ഉസ്താദിന് ഖമറുൽ ഉലമ അവിടത്തേക്ക് നൽകിയ ടൈറ്റിലാണ്. അത് ബഹുമാനത്തോടു കൂടെ പറയുന്നത് എന്നതുകൊണ്ട് ഒരു വിരോധവും ഇല്ല, അത് പറയേണ്ടതാണ്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവർക്ക് നൽകിയ ടൈറ്റിലാണ് ഹുജ്ജത്തുൽ ഇസ്ലാം. ഇങ്ങനെ തുടങ്ങിയിട്ട് കുറെ പേരുകള്, പല പേരുകളും ശംസുൽ ഉലമ തുടങ്ങിയ പേരുകള്, ഇതൊക്കെ ടൈറ്റിൽ നാമങ്ങളാണ്. ആ ടൈറ്റിൽ നാമങ്ങൾ ബഹുമാനത്തോടു കൂടെ പറയാം. അതേസമയം ചീത്ത പേരുകളും നാട്ടിൽ ടൈറ്റിൽ നാമങ്ങളായി വരാറുണ്ട്. അത് നിങ്ങൾ വിളിക്കരുത് ട്ടോ. വലാ തനാബസൂ ബിൽ അൽഖാബ്. ഹൃദയങ്ങൾ അകന്നു പോകും. നമ്മുടെ നാട്ടിലൊക്കെ ഇതിനായിട്ട് നിൽക്കുന്ന കുറെ ടീമുണ്ടാവും. ഞാൻ പറഞ്ഞ ഈ ചീത്തപ്പേരുകൾ വിളിക്കരുത്. മനുഷ്യന്മാരെ ചീത്തപ്പേര് വിളിക്കുന്ന ഒരു സമ്പ്രദായം, ഇതൊരു എന്താ അതിനെപ്പറ്റി പറയേണ്ടത്, ഒരു പ്രാദേശിക ദുരന്തം എന്ന് പറയാം. പ്രാദേശിക ലെവലിലുള്ള ഒരു മഹാദുരന്താണിത്. കാരണം മനുഷ്യന്മാരെ പറ്റി ഇങ്ങനെ വിളിക്കുന്നത് കുറുക്കനും, അല്ലെ, കുറുക്കനൊക്കെയാണ്. കുറുക്കൻ, അലവി ഒക്കെ മനുഷ്യന്മാരെ പേരാതൊക്കെ. തക്കാളി, വെണ്ടക്ക, ഇതൊക്കെ മനുഷ്യന്മാർക്ക് പേരിടുക. അരുത്. ഖുർആനിന്റെ ശക്തമായ വിരോധനയാണ്. വലാ തനാബസൂ ബിൽ അൽഖാബ്. ചീത്തപ്പേരുകളിൽ അഭിസംബോധനം ചെയ്യരുത്. ഇവിടെ ആരോ, ഞാൻ ആ പറഞ്ഞ കൂട്ടത്തിൽ ആരോ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഞാൻ അറിയാതെ പറഞ്ഞതാണ്. കാരണം അങ്ങനെ ഉണ്ടാകും. കാരണം ഓരോ നാട്ടിലും ചെന്ന് നോക്കിയാൽ ഇഷ്ടം പോലെ. കാരണം ഒരു സ്ഥലത്ത് ചെന്നപ്പോ തിമിംഗല അലബീന്ന് അയാളെ പറയുന്ന അങ്ങനെ തിമിംഗലം അതിനൊക്കെ പ്രത്യേക അയാളെ കാണുമ്പോൾ തന്നെ ബോധ്യപ്പെടും. ആ പേരൊക്കെ ഇട്ട വിദ്വാന് എത്ര സഹിക്കേണ്ടി വരും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എത്ര കാലം വിളിക്കപ്പെടുന്നോ ഈ സഹോദരൻ ഈ പേരിൽ, അയാൾക്കതിൽ എത്ര വെറുപ്പുണ്ടോ അത് മുഴുവനും ഈ പേര് ആദ്യമായിട്ട് ഇട്ടൊരു വിദ്വാൻ ഉണ്ടാവുമല്ലോ, അയാൾ സഹിക്കേണ്ടി വരും. വിളിക്കുന്നവർക്ക് വിളിക്കുന്നതിനുള്ള കിട്ടും, പക്ഷെ ഇവരുടെതൊക്കെ കൂട്ടുപലിശയായിട്ട് ഇയാൾക്ക് ഒന്ന് വീഴും. ഇതൊരു ഹോബിയാക്കി മാറ്റിയവരുണ്ട് ജനങ്ങൾക്ക് ചീത്തപ്പേര് വെക്കൽ. നാട്ടിൽ അതിനൊരു ടീമുണ്ട്, 4-5 ആൾ. ഓലാണ് എല്ലാവർക്കും ചീത്തപ്പേരില്ല. നിൽക്കണ്ട. ഖുർആനിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ, ഈമാനുള്ളവരാണെങ്കിൽ ഈ പണിന്നൊക്കെ രാജിയാവുക നല്ലത്. അപ്പൊ ഇതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇത്തരം വേണ്ടാത്തരങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. മോമിനായതിന്റെ ശേഷം വൃത്തികെട്ട നാമങ്ങൾ എത്ര മോശമാണ്. ചെയ്യരുത്, അങ്ങനെ ഒരിക്കലും പറയരുത്. അപ്പോ ഇത് ശ്രദ്ധിക്കണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഉണർത്തുന്നു. പിന്നെ ആരോപണങ്ങൾ ഉന്നയിക്കരുത്, ഒന്നും ചെയ്യരുത്. ഇനി അടുത്ത ദിക്റിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കാരണം ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല. ഈ വേദിയിൽ ബഹുമാനപ്പെട്ട തങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ എത്ര ബാക്കിയായാലും അത് ഞാൻ നാളെ ഇൻഷാ അല്ലാഹ് പിന്നീട് പറയും എന്ന് നിങ്ങളോട് എല്ലാവരോടും ഓർമ്മപ്പെടുത്തി അടുത്ത ദിക്റിലേക്ക് കടക്കാം. യാ അലിയു യാ കബീറു യാ അലീമു യാ ഖദീറു യാ സമീഉ യാ ബസീറു യാ ലത്തീഫു യാ ഖബീർ. അസ്മാഉൽ ഹുസ്ന ഖുർആനിൽ നിന്ന് അങ്ങനെ അങ്ങോട്ട് എടുത്തു വെച്ചത് അല്ലേ? ഇതൊക്കെ ഈ രണ്ട് പേര് എന്തെങ്ങനെ തന്നെ. യാ അലിയു യാ കബീർ, ഈ രണ്ട് നാമവും അലിയ് കബീർ രണ്ട് പേരുകളും പടച്ചോന് ഒരുമിച്ചാണ് പ്രിയപ്പെട്ട മോമിനീങ്ങളെ വരുന്നത്. ഇത് ഒരുമിച്ചാണ് ഖുർആനിൽ വന്നത്. ഓരോന്നും കേട്ടോളൂ. ഖുർആനിലുണ്ട് ഫൽ ഹുക്മു ലില്ലാഹിൽ അലിയിൽ കബീർ. ലില്ലാഹിൽ അലിയിൽ കബീർ. അല്ലാഹനെ പറ്റി അലി എന്നും കബീർ എന്നും ഒരൊറ്റ സ്ഥലത്ത്. വേറെ ഒരു സ്ഥലത്ത് വ അന്നഹു അലീമുൻ ഖദീർ. അപ്പൊ അലീമും വന്നു ഖദീറും വന്നു. യാ അലിയു യാ കബീറു യാ അലീമു യാ ഖദീർ. വേറെ ഒരു സ്ഥലത്ത് വഹുവസ് സമീഉൽ ബസീർ. യാ സമീഉ യാ ബസീർ. മറ്റൊരു സ്ഥലത്ത് ഖുർആനിൽ വഹുവൽ ലത്തീഫുൽ ഖബീർ. യാ ലത്തീഫു യാ ഖബീർ. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. ഖുർആൻ ബഹുമാനപ്പെട്ട ഇമാം ഖുശൈരി റഹ്മത്തുള്ളാഹി അലൈഹി എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്ന ഖുർആൻ നേരിട്ട് പറഞ്ഞത് എന്താ? വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹുവിനെ ഉദാത്തമായ നാമങ്ങളുണ്ട്. ഉദാത്തമായ നാമങ്ങളുണ്ട് അല്ലാഹുവിന്. വളരെ ഭംഗിയുള്ള നാമങ്ങള്, എത്ര സുന്ദരമായ നാമങ്ങള് ധാരാളം ഉണ്ട്. അതെത്രയാണ്? 99 ക്ലിപ്തമല്ല. 99 എന്ന് പറഞ്ഞാൽ ആ ചൊല്ലിയാല് സ്വർഗം കിട്ടുന്ന ഹദീസിൽ പറഞ്ഞ ആ അസ്മാഉൽ ഹുസ്നയാണ് ഈ 99 എന്ന് പറഞ്ഞത്. അല്ലാതെ അള്ളാഹുവിന്റെ നാമം 99 ഇമാം റാജിയൊക്കെ 5000-ലധികം നാമങ്ങൾ അള്ളാഹുവിന് അസ്മാഉൽ ഹുസ്ന തിരഞ്ഞെടുത്തിട്ടുണ്ട്.
പറഞ്ഞിട്ടുണ്ട്, പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിന് വലിയ ശർഹും എഴുതിയിട്ടുണ്ട്. അതിനുവേണ്ടി തന്നെ കിതാബുകൾ രചിച്ചിട്ടുണ്ട്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അൽ മഖ്സിദുൽ ഹസ്ന ഇതിനുവേണ്ടി മാത്രം രചിച്ച ഗ്രന്ഥമാണ് അസ്മാഉൽ ഹുസ്നയെ വ്യാഖ്യാനിക്കാൻ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതും പഠിക്കേണ്ടതും അറിയേണ്ടതുമാണ്. തർക്കമില്ല. ആ കാര്യത്തിലേക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് ഞാൻ പറഞ്ഞല്ലോ മറ്റൊരു വേദിയിലൂടെ നമുക്ക് കടന്നു വരാം. അല്ലാഹ് പറഞ്ഞു, അല്ലാഹുവിന് ധാരാളം പുണ്യമായ നാമങ്ങളുണ്ട്, ഉദാത്തമായ നാമങ്ങളുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം, അല്ലാഹുവിനെ നിങ്ങൾ വിളിക്കണം. ബിഹാ, ആ നാമങ്ങൾ വെച്ച് വിളിക്കാൻ. ആ വിളി അവിടെ വിളിക്കുന്നത്. യാ അലിയു, യാ കബീറു, യാ അലീമു, യാ ഖദീറു, യാ സമീഉ, യാ ബസീറു, യാ ലത്തീഫു, യാ ഖബീർ. യാ അലി, അത്യുന്നതനായ റബ്ബേ. യാ കബീർ, മഹാനായ റബ്ബേ. യാ അലീം, സർവജ്ഞനായ റബ്ബേ. യാ ഖദീർ, എന്തിനും കഴിവുള്ള റബ്ബേ, സർവശക്തനായ റബ്ബേ. യാ സമീർ, എല്ലാ വിഷമങ്ങളും കേൾക്കുന്ന റബ്ബേ, എല്ലാം കേൾക്കുന്ന റബ്ബേ. യാ ബസീർ, എല്ലാം കാണുന്ന റബ്ബേ. യാ ലത്തീഫ്, പരമ ദയാലുവായ റബ്ബേ. എന്നോട് ആവോളം ദയ കാണിക്കുന്ന, കൃപ കാണിക്കുന്ന അല്ലാഹ്. യാ ഖബീർ, വിഷയങ്ങളെ ചുഴുന്നറിയുന്ന റബ്ബേ, സൂക്ഷ്മജ്ഞാനിയായ പടച്ചോനെ. യാ ഖബീർ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമ്മളിപ്പോ ഇങ്ങനെ ചർച്ച ചെയ്യുകയാണെങ്കിൽ ഈ ഇസ്മുകളുടെ 1, 2, 3, 4, 8 നാമങ്ങളാണ്. ഈ 8 തിരുനാമങ്ങളെ വിശദീകരിക്കാൻ ഞാൻ പറയുന്നു, നമ്മൾ ഈ എടുത്തതുപോലെ സമയമെടുത്ത് പറയുകയാണെങ്കിൽ 8 ദിവസമെങ്കിലും പറഞ്ഞാലും എവിടെ എത്തിക്കാൻ കഴിയില്ല. അത്രയും ബഹുമാനമുണ്ട് ഇതിന്. യാ അലിയു, യാ കബീറു, യാ അലീമു, യാ ഖദീറു, യാ സമീഉ, യാ ബസീറു, യാ ലത്തീഫു, യാ ഖബീർ. ഇതിന് വലിയ ബഹുമാനമുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ബഹുമാനപ്പെട്ട ഉപ്പാപ്പ വരുന്നത് വരെയാണ് ഈ വേദി എന്ന് നേരത്തെ പറഞ്ഞതാണ്. നാളെ കൃത്യം 7:35 തന്നെ തുടങ്ങും എന്ന് എല്ലാവരെയും അറിയിക്കുന്നു. നാളെ ഈ സദസ്സിൽ കുറഞ്ഞ കാര്യങ്ങളും കൂടെ പറഞ്ഞ് ബാക്കി വരുന്ന ദിക്റുകൾ നാളെ ഭംഗിയായിട്ട് നമുക്ക് പറഞ്ഞ് സമാപിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. എല്ലാവരും നേരത്തെ എത്തിപ്പെടണമെന്ന് എല്ലാവരോടും ഉണർത്തിക്കൊണ്ട് സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ഈ സദസ്സ് പിരിയുകയാണ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ وعلى آله وصحبه كلهم أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنه كان فريق من
يقولون ربنا آمنا فاغفر لنا وارحمنا فاغفر لنا وارحمنا وأنت خير الراحمين فاتخذتموهم سخريا حتى أنسوكم ذكري وكنتم منهم تضحكون إني جزيتهم اليوم بما صبروا أنهم هم الفائزون صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. പ്രിയപ്പെട്ട സാദാത്യങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്നലെ സമാപിക്കുകയാണെങ്കിൽ ഇന്ന് നമ്മളിവിടെ ഉണർത്താൻ പോകുന്ന ഈ ഒരു 2 മണിക്കൂർ സമയത്തെ കാര്യങ്ങളും കൂടെ പറയാൻ കഴിയാതെ വരുമ്പോൾ ഹദ്ദാദ് റാത്തീബിൻ്റെ അവസാന ഭാഗം തീരെ ചർച്ചകളില്ലാതെ സമാപിക്കേണ്ടി വരും എന്ന സങ്കടം കൊണ്ടാണ് ബന്ധപ്പെട്ടവർ ഇന്നത്തേക്ക് ഈ പരിപാടി നീട്ടിയത്. അൽഹംദുലില്ലാ, സന്തോഷമുണ്ട്. ഇന്ന് അവസാനമായി ഈ ഹദ്ദാദ് റാത്തീബ് ചൊല്ലി ദുആ ചെയ്തിട്ട് പിരിയുന്ന ഒരു സംവിധാനമായിരിക്കണം ഇന്ന് ഉണ്ടാവേണ്ടത്. കാരണം ഇന്നലെ ബഹുമാനപ്പെട്ട തങ്ങളുടെ ഇജാസത്തും കൂടെ ലഭിച്ച് പ്രത്യേക അനുമതിയും കൂടെ ലഭിച്ചു നമുക്ക് ഹദ്ദാദ് ചെല്ലാൻ. അങ്ങനെ ധന്യരായ നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തീരുമാനമെടുത്തതാണ്, എൻ്റെ സദസ്സിൽ പങ്കെടുത്ത സഹോദരന്മാരും സഹോദരിമാരും ഇനി ഹദ്ദാദ് ഞാൻ ഒഴിവാക്കില്ല. അതിന് പറ്റാവുന്ന രൂപത്തിലൊരു ചെറിയ ഏട് നിങ്ങളുടെ കൈവശം നൽകുകയും ചെയ്തു. ഇന്ന് പരിപാടി കഴിഞ്ഞ ഉടനെ ലാസ്റ്റ് ദിവസം എന്ന നിലക്ക് ഹദ്ദാദ് റാത്തീബ് ഒന്ന് ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്തിട്ട് പിരിയാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് ജീവിതത്തിൽ അത് ഒരിക്കലും നഷ്ടപ്പെടുത്താത്ത ഒരു വിറുതായി തുടരാൻ എല്ലാ ആണും പെണ്ണും ദൃഢനിശ്ചയം ചെയ്യണമെന്ന് ഈ സമയത്ത് നിങ്ങളെ അറിയിക്കുകയാണ്. നാം ഇന്നലെ തുടങ്ങി വെച്ച യാ അലിയു യാ ഖബീർ, യാ അലീമു യാ ഖദീർ, യാ സമീഉ യാ ബസീർ, യാ ലതീഫു യാ ഖബീർ. അത്യുന്നതനായ രക്ഷിതാവേ, എല്ലാറ്റിനേക്കാളും വലിയവനായ രക്ഷിതാവേ, സർവജ്ഞനായ അല്ലാഹുവേ, സർവശക്തനായ റബ്ബേ, എല്ലാം കേൾക്കുന്നവനെ, കാണുന്നവനെ, പരമദയാലുവായ രക്ഷിതാവേ, ഞങ്ങളുടെ വിഷയങ്ങളൊക്കെ സൂക്ഷ്മമായി അറിയുകയും ആ സൂക്ഷ്മമായി അറിയുന്നത് ഞങ്ങളുടെ മുഖത്ത് നോക്കി പറയുകയും ചെയ്യുന്ന രക്ഷിതാവേ എന്ന ദിക്ർ, അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ പേര് ചൊല്ലി വിളിക്കുന്ന ദിക്ർ. ഞാൻ പറഞ്ഞു ഇന്നലെ,
ഹദ്ദാദ് റാത്തീബിലു വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണത്. കാരണം അല്ലാഹു തആല പറഞ്ഞു ഫലില്ലാഹിൽ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ. അതൊക്കെ ഇന്നലെ പറഞ്ഞ ഭാഗമായതുകൊണ്ട് അതിലേക്ക് വരുന്നില്ല. ഈ നാമങ്ങൾ തന്നെ സെലക്ട് ചെയ്യാൻ 8 നാമങ്ങൾ തന്നെ, തിരുനാമങ്ങൾ തന്നെ പെറുക്കിയെടുക്കാൻ കാരണം ഈ 2 നാമങ്ങളും വിശുദ്ധ ഖുർആനിലെ പല സ്ഥലത്തായി വന്നതാണ് എന്ന് ഇന്നലെ കേൾപ്പിച്ചു. ഫൽ ഹുക്മു ലില്ലാഹിൽ അലിയിൽ കബീർ, അതിൽ നിന്ന് യാ അലിയു യാ കബീറു എന്ന് പറഞ്ഞു. വഅന്നഹു അലീമുൻ ഖദീർ എന്ന് പറഞ്ഞതിൽ നിന്ന് യാ അലീമു യാ ഖദീറു എന്ന് പറഞ്ഞു. വഹുവ സമീഉൽ ബസീർ എന്നതിൽ നിന്ന് യാ സമീഉ യാ ബസീറു എന്ന് പറഞ്ഞു. വഹുവൽ ലതീഫുൽ ഖബീർ. ഈ അസ്മാഉൽ ഹുസ്നകളെ ഉപയോഗപ്പെടുത്തി അല്ലാഹുവിനെ വിളിക്കുന്ന ശൈലിയാണ് ഈ ദിക്റിൽ യാ ലതീഫു യാ ഖബീർ എന്നതിൽ അവസാനിക്കുന്ന ഈ മഹത്തായ ദിക്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലാഹുവിനെ എങ്ങനെ വിളിക്കുകയാണ്. അപ്പൊ ഈ വിളിച്ചതിന്റെ അർത്ഥം നേരെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇതിന്റെ വിശദീകരണം ബഹുമാനപ്പെട്ട ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരൊക്കെ പറഞ്ഞതുപോലെയുള്ള ഒരു ചർച്ചയിലേക്ക് നമ്മൾ കടന്നു വരികയാണെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, ഈ ഒരൊറ്റ ദിക്ർ ഇന്ന് 2 മണിക്കൂർ ചർച്ച ചെയ്താൽ നമുക്കതിന്റെ 4 ഇസ്മുകൾ പോലും ചർച്ച ചെയ്യാൻ കഴിയില്ല. ഏത് ചെറിയ ഒരു സൂചന മാത്രം നൽകുകയാണെങ്കിൽ ഇതിന്റെയൊക്കെ മഹത്വങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് തൽക്കാലം ഇതിന്റെ നേരെ അർത്ഥം പറഞ്ഞ് ആ ഭാഗത്ത് നിന്ന് മാറാനാണ് ഉദ്ദേശിക്കുന്നത്. യാ അലിയു, അത്യുന്നതനായ അല്ലാഹുവേ, ഉന്നതൻ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞു യാ അലിയു അൻ ഇദ്റാഖിന, ഞങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്നതിനെ തൊട്ട് ഉന്നതനായ റബ്ബേ, ഞങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്തവനെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ സംരക്ഷണത്തിലല്ല അള്ളാഹുവിന്റെ നിലനിൽപ്പ്. അള്ളാഹുവിന് ഏതെങ്കിലും സ്ഥലങ്ങളോ കാലങ്ങളോ ഒന്നും വേണ്ട, സംരക്ഷിക്കാൻ ആള് വേണ്ട, ഇതൊന്നും അള്ളാഹുവിന് ആവശ്യമില്ല. എന്നാലോ അള്ളാഹു എല്ലാവർക്കും ആവശ്യവുമാണ്. ഇതാണ് അൽ അലിയു ജല്ല ജലാലു. യാ അലിയു, ഉന്നതനായ റബ്ബേ. യാ കബീർ, എല്ലാറ്റിലും വലിയവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനേക്കാൾ വലിയതായിട്ടൊന്നില്ല. നമുക്ക് നമ്മുടെ ഭാര്യയല്ല വലുത്, മക്കളല്ല വലുത്, ഉമ്മയല്ല വലുത്, വാപ്പയല്ല വലുത്, ദുനിയാവല്ല വലുത്, നമ്മളുടെ സ്വന്തം ശരീരമല്ല വലുത്. ഏറ്റവും വലുതായിട്ട് നാം ഗണിക്കുന്നത്, വളരെ പ്രധാനപ്പെട്ടതായി നാം ഗണിക്കുന്നത് അല്ലാഹുവിനെയാണ്. ഇതാണ് ഓരോ വഖത്തിലും നാം എത്ര തവണയാണ് ദുഹറിനും അസ്റിനും മഗ്രിബിനും ഇശാഇനും സുബ്ഹിക്കും നോക്ക് നിങ്ങൾ, എത്ര തവണയാണ് ബാങ്കിലും ഇഖാമത്തിലും നിസ്കാരത്തിന്റെ ഇന്തിഖാലാത്തിന്റെ തക്ബീറുകളിലും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഈ ഒരു സന്ദേശം പറയുന്നു. ഇൻഷാ അല്ലാഹ് അതേക്കുറിച്ച് ഞാൻ ഈ വരുന്ന റമദാനിൽ പ്രഭാഷണം നടത്തുന്നുണ്ട്. ബാങ്കും ഇഖാമത്തും എന്ന ഒരു ചർച്ച പ്രത്യേകിച്ച് 4 ദിവസം ചർച്ച ചെയ്യുന്നുണ്ട്. ബാങ്കും ഇഖാമത്തും, അതിൽ വളരെ ഗൗരവത്തോടുകൂടെ ബാങ്കിന്റെ അൽഫാളുകൾ, ഓരോ പദങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. അന്ന് എന്തായാലും അല്ലാഹു അക്ബർ എന്ന അർത്ഥം ശരിക്ക് വിശദമായിട്ട് പറയാം. എന്തിനാ ഇങ്ങനെ പോകുന്നത്? തുടർന്നുള്ള ദിക്റുകൾ പറഞ്ഞു തീർക്കാനാണ്. യാ അലിയു യാ കബീർ. ബാക്കിയുള്ളതൊക്കെ അള്ളാഹുവിനെ അപേക്ഷിച്ച് വളരെ ചെറുതാണെന്ന് വന്നു കഴിഞ്ഞാൽ, പ്രാധാന്യമില്ലാത്ത വിഷയങ്ങളാണെന്ന് വന്നു കഴിഞ്ഞാൽ അതിനുവേണ്ടി അള്ളാഹുവിന്റെ പൊരുത്തം ഒരാളും നഷ്ടപ്പെടുത്തൂല. അതേസമയം അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഇതെന്തും ത്യജിക്കാൻ തയ്യാറുമാവും. അത് മനുഷ്യന് ഈ ഒരു വിശ്വാസം അങ്കുരിച്ചു കിട്ടണം അവന്റെ ഹൃദയത്തിൽ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഈ ആശയം വല്ലാതെ ഭംഗിയായിട്ട് സമർത്ഥിക്കുന്നുണ്ട്.
യാ അലിയു യാ കബീർ. വലിയ ഒരാള് നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ്. തീർത്തും നമ്മോട് അനീതിയോ അന്യായവും അക്രമവുമായിട്ട് ഒരാൾ നമ്മളെ കണ്ണുരുട്ടി പേടിപ്പിച്ചിരിക്കുക. നിനക്ക് ഞാൻ കാണിച്ചു തരാം, 4 ദിവസം കയ്യട്ടോ. ഹദ്ദാദ് റാത്തീബ് ചൊല്ലുമ്പോ അവൻ വിളിക്കുന്നത് ആരെയാ? ഒരു ഭയവും അവനില്ല. യാ അലിയു യാ കബീർ യാ കബീർ. അള്ളാഹുവിനെ വിളിക്കുന്നു യാ കബീർ. വലിയൊരു ചങ്ങായി എന്നെ കാട്ടി പേടിപ്പിച്ചിട്ടുണ്ട്. വലിയ ഒരാളുടെ ഭീഷണി എനിക്കുണ്ട്. ആ ഭീഷണിക്ക് ഞാൻ പുല്ലുവില പോലും നൽകുന്നില്ല. കബീറായ നിന്റെ സംരക്ഷണം എനിക്കുണ്ടെങ്കിൽ. യാ അലിയു യാ കബീർ യാ അലീമു യാ ഖദീർ. യാ അലീം, സർവജ്ഞനായ റബ്ബേ, എല്ലാം അറിയുന്നവനെ. എന്താണ് എല്ലാം അറിയുന്നവൻ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് വിളിക്കുമ്പോഴുള്ള ഗുണമെന്താ? പടച്ചോനെ, എന്റെ രഹസ്യവും എന്റെ പരസ്യവും എന്റെ അനക്കവും എന്റെ അടക്കവും എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഹൃദയ രഹസ്യങ്ങള് പടച്ചോനെ നിനക്കറിയാലോ. അല്ലാഹുവേ, പൊരുത്തപ്പെട്ടു തരണം കേട്ടോ. കാരണം ചീഞ്ഞു നാറിയ എന്റെ കൽബ് ജനങ്ങൾ കാണുന്നില്ല. വളരെ വളരെ മോശമാണ് എന്റെ ഉള്ളു. അല്ലാഹുവേ, എന്റെ രഹസ്യ ജീവിതം ആരും അറിയുന്നില്ല. പരസ്യ ജീവിതത്തിൽ നിങ്ങളുടെ മുമ്പിൽ തഖ്വ പ്രകടിപ്പിക്കാൻ എന്നെ കൊണ്ടാവും അല്ലേ? നിങ്ങളുടെ മുമ്പിൽ തഖ്വ പ്രകടിപ്പിക്കാൻ, നിങ്ങളുടെ ആദരങ്ങൾ ഏറ്റുവാങ്ങാൻ എത്ര മതി? ഒരു 2 മണിക്കൂർ ഇങ്ങനെ ഇസ്ലാമിക ചിട്ടയും ഇസ്ലാമിക ചുറ്റുപാടും കീപ്പ് ചെയ്ത് ജീവിച്ചാൽ മതി. ആ സമയത്ത് എന്ത് ചെയ്യാം? ഹറാമിലേക്ക് നോക്കാതിരിക്കുക. ആ സമയത്ത് ഹറാമായതൊന്നും പറയാതിരിക്കുക. ആ സമയത്ത് ഹറാമായതൊന്നും ചെയ്യാതിരിക്കുക. ഇത് മതി. നിങ്ങളെ മുമ്പിൽ ഉണ്ടാകുന്ന 2 മണിക്കൂർ ഇത് ഞാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണിൽ എന്നെ ഒരു മുത്തഖയാണ് എന്ന് ധരിപ്പിക്കാൻ പറ്റും. പക്ഷേ അള്ളാഹുവിന്റെ മുമ്പിൽ ഇത് നടക്കൂല. എന്നല്ല, ഇങ്ങനെയുള്ള മനുഷ്യന് വിജയവുമില്ല. ആർക്കാ രക്ഷയും വിജയവും അല്ലാഹു തആല ഓഫർ പ്രഖ്യാപിച്ചത്? ആർക്കാ മഗ്ഫിറത്ത് നൽകുമെന്ന് പറഞ്ഞത്? രഹസ്യ ജീവിതത്തിൽ പടച്ചോനെ പേടിക്കുന്നവർക്ക് മാത്രം. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. രഹസ്യ ജീവിതത്തിൽ പടച്ചോനെ പേടിക്കുന്നവർക്കാണ് മഗ്ഫിറത്ത്, പാപമോചനമുള്ളത്. അവരിൽ നിന്ന് വന്നുപോയ അപാകതകൾ പൊരുത്തപ്പെടൽ, വഅജ്റുൻ കബീർ, അവർ ചെയ്തതിനുള്ള മാന്യമായ പ്രതിഫലവും നൽകുന്നത്. അവർക്ക് വലിയ പ്രതിഫലവും അല്ലാഹു നൽകുന്നത് രഹസ്യ ജീവിതത്തിൽ പടച്ചോനെ പേടിക്കുന്നവർക്കാണ്. അപ്പോഴേ പരസ്യമായി ചെയ്തതിനും കൂലി കിട്ടുള്ളൂ. രഹസ്യ ജീവിതത്തിൽ പടച്ചോനെ പേടിക്കുന്നവരെ, ആ ഒരു സംഗതി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്കുണ്ടായി കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഞാൻ പറയട്ടെ, എന്നും നിങ്ങൾ ഓതുന്ന തബാറക്കയിലെ ഒരായത്താണ് അതല്ലേ? ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്. രഹസ്യ ജീവിതത്തിൽ ജനങ്ങളെ കാണാതിരിക്കുമ്പോൾ, അതാ ബിൽ ഗൈബ്, ബിൽ ഗൈബ്, രഹസ്യ ജീവിതത്തിൽ പടച്ചോനെ ഭയപ്പെടുന്നവർ. നിങ്ങളുടെ മുമ്പിൽ നല്ല കുട്ടിയാവാൻ എനിക്ക് പറ്റും, നിങ്ങളുടെ മുമ്പിൽ മതിപ്പുണ്ടാക്കാൻ പറ്റും. പക്ഷേ എന്റെ രഹസ്യ ജീവിതത്തിൽ എത്രമാത്രം ചീഞ്ഞുനാറിയ കഥകളാണ് എന്റെ സ്വന്തം ജീവിതത്തിലുള്ളത് എന്ന് എനിക്ക് മാത്രമേ അറിയൂ. അർദ്ധരാത്രിയിൽ ഞാനും എന്റെ നെറ്റ് കണക്ഷനും അതിന്റെ മുമ്പിൽ ഞാൻ എങ്ങനെ ഇരിക്കുകയാണ്. ആവശ്യമാണ്, അത്യാവശ്യമാണ് ഈ കാലഘട്ടത്തിൽ. പക്ഷേ ഞാൻ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഈ സൗകര്യങ്ങൾ ഉണ്ടാകും. അതിന്റെ മുമ്പിൽ നിങ്ങൾ ഇരുന്നു. പല സൈറ്റുകളിലും നിങ്ങൾ കയറിപ്പോയി. അരുതാത്ത സൈറ്റുകളിലേക്ക് എത്തുമ്പോഴേക്ക് അല്ലാഹു അക്ബർ, അല്ലാഹു എന്റെ മുഴുവൻ രഹസ്യങ്ങളും അറിയുന്നവനാണ്. അല്ലാഹു അലീമാണ്. യാ അലീം എന്ന് ഇന്ന് ഹദ്ദാദ് റാത്തീബ് ചൊല്ലിയപ്പോൾ ചൊല്ലിയ ഞാൻ ഈ വേല ചെയ്തുകൂടാ. ഉടനടി കണ്ണു ചുമ്മണം. അവനാണ് യഥാർത്ഥത്തിൽ കണ്ണു ചിമ്മുന്നവനാണ് സ്വർഗം പ്രഖ്യാപിക്കുന്നത്. എന്നാൽ അവനിൽ നിന്ന് മനുഷ്യനല്ലേ, അവനിൽ നിന്ന് മനുഷ്യ സഹജമായി വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പൊരുത്തപ്പെടും. അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകൾക്ക് പ്രതിഫലവും നൽകും. രഹസ്യ ജീവിതത്തിൽ പടച്ചോനെ പേടിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അജർ കിട്ടൂല. ഇത് ഖുർആൻ പ്രത്യേകം പറഞ്ഞതാ. ഇത് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിയതാണ്.
രഹസ്യ ജീവിതത്തിൽ പടച്ചോനെ പേടിയുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഒറ്റക്കാവണം. ഹറാമ് ചെയ്യാനുള്ള 100% അനുകൂലമായ ഒരു സാഹചര്യം നമുക്ക് ഒത്തിണങ്ങും വേണം. ഒരാളും കാണുന്നില്ല, നമ്മളും പടച്ചോനും മാത്രം. അപ്പൊ നമ്മൾ ഹറാമ് ചെയ്യുന്നുണ്ടോ അല്ലേ, അതുമെന്ന് തീരുമാനിക്കുക. രഹസ്യ ജീവിതത്തിൽ പടച്ചോനെ പേടി നമുക്കുണ്ടോ അല്ലേ. ഇതില്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂല. തീർച്ച ഖുർആൻ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ളതും ചെയ്യാനുള്ളതും നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങൾ ഉറക്കെ പറഞ്ഞാലും പതുക്കെ പറഞ്ഞാലും അല്ലാഹു അറിയും. വഅസിറു ഖൗലകും വജ്ഹറു ബി ഇന്നഹു അലീമും ബിദാത്തിസ് സുദൂർ. നിങ്ങൾ പതുക്കെ പറഞ്ഞാലും ഉറക്കെ പറഞ്ഞാലും അല്ലാഹു നിങ്ങളുടെ ഹൃദയ രഹസ്യങ്ങൾ അറിയുന്നവനാണ്. ഇന്നഹു അലീമും ബിദാത്തിസ് സുദൂർ. അതാണ് നമ്മൾ വിളിച്ച യാ അലീം. യാ അലീം, എന്താണ് നിങ്ങളുടെ ഹൃദയ രഹസ്യങ്ങൾ അല്ലാഹു അറിയുന്നു പറയാൻ കാരണം? അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. അലാ യഅലമു മൻ ഖലഖ, സൃഷ്ടിച്ചവനല്ലയോ കഥയറിയുക? അല്ലാഹു ചോദിക്കാം. സൃഷ്ടിച്ചവനല്ലേ കഥയറിയാൻ? നമ്മെ സൃഷ്ടിച്ചു സംവിധാനിച്ച റബ്ബ്, അവന് എല്ലാം അറിയാം. അവൻ അറിയാത്ത ഒന്നും ഉണ്ടാവില്ല. വട്ടപൂജ്യത്തിൽ നിന്ന്, 0 ലെവലിൽ നിന്ന് നിങ്ങളെ ഉണ്ടാക്കിയെടുത്ത റബ്ബിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ നിരീക്ഷിക്കുക എന്നത് അല്ലാഹുവിന് പ്രയാസമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണ്ട. അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫ്. അവൻ വിഷയങ്ങൾ ചുഴുന്നറിയുന്നവനാണ്. ലതീഫ് ഖബീർ. യാ ലതീഫു യാ ഖബീർ. ഇതിന് പല അർത്ഥങ്ങളും ബഹുമാനപ്പെട്ട പണ്ഡിത ലോകം കൽപ്പിച്ചിട്ടുണ്ട്, പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ അർത്ഥങ്ങളും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്. കാരണം ശരിയല്ലെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ലോകത്ത് ആർക്കാ സാധിച്ചത്? അതുകൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ച് ആലോചിച്ച പണ്ഡിതന്മാർ പറഞ്ഞ ആ ആശയ തലങ്ങളൊക്കെയും റെഡിയാണ്. ലതീഫ് മിക്കവാറും നമ്മുടെ ഈ ഏടിൽ ഈ ദിക്റിന് നമ്മളൊരർത്ഥം കൊടുത്തിട്ടുണ്ടാകും. അതിൽ ലത്തീഫ് എന്നതിന് അർത്ഥം കൊടുത്തത് പരമദയാലു എന്നർത്ഥമായിരിക്കും. ദയാലു. ലത്തീഫ് എന്ന് പറഞ്ഞാൽ ജനങ്ങളോട് ലുത്ഫ് കാണിക്കുന്നവൻ, സ്നേഹം കാണിക്കുന്നവൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോളം സ്നേഹമുള്ളവൻ ആരാ ഉള്ളത്? അല്ലാഹുവിനോളം സ്നേഹമുള്ളവൻ ആരുണ്ട് ജനങ്ങളോട്? ഒരൊറ്റ കുട്ടിയുമില്ല. അല്ലാഹുവിന്റെ സ്നേഹ വായ്പിന്റെ കാണാപുറങ്ങൾ മനസ്സിലാക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരൊറ്റ ഉദാഹരണം പറയാൻ ഞാൻ ചോദിക്കട്ടെ. ഈ മുഴങ്ങാണിയിൽ ഒരു 100-500 വീട്ടുകാരുണ്ട് എന്ന് സങ്കല്പിക്കാം. ഈ വീട്ടുകാർക്ക് മുഴുവനും റേഷൻ എത്തിക്കുന്നത് നിങ്ങളാണ്. ഇത് സങ്കല്പിക്കാണ്, വിഷയം തിരിയാൻ വേണ്ടിയിട്ട് അത് പറയുന്നു. ഈ 500 വീട്ടിലെയോ ആളുകൾക്ക്, അവിടുത്തെ ആണിനും പെണ്ണിനും ഭക്ഷണം എത്തിക്കുന്നത് നിങ്ങൾ. അവര് കുടിക്കുന്ന വെള്ളം നിങ്ങൾ കനിഞ്ഞില്ലെങ്കിൽ അവർക്കില്ല. അവര് പാർക്കുന്ന വീട് നിങ്ങൾ കൊടുത്തെങ്കിലേ ഉള്ളൂ. എന്തിനധികം അവർ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വായു അടക്കം നിങ്ങളുടെ നിയന്ത്രണത്തിലാണ്. നിങ്ങളാണത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളാണ് അതിന്റെ ധായകൻ എന്ന് സങ്കല്പിച്ചോ. ഇതിനപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചാൽ അള്ളാഹുവിന്റെ ലുത്ഫ് മനസ്സിലാക്കി തരാനാണ്, അള്ളാഹുവിന്റെ സ്നേഹവായ്പ്. അങ്ങനെ എന്ത് ചെയ്തു? ഈ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മുഴങ്ങാണിയിലെ മൊത്തം ജനങ്ങൾ അങ്ങനെ തീറ്റിപ്പോറ്റി അവർക്ക് വേണ്ട സകല സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യനെ നമ്മളിപ്പോ എന്താ വിളിക്കുക അല്ലേ? ഒരു കൊച്ചു തമ്പുരാൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈ തമ്പുരാൻ ഏത് ചെയ്തു? ഇയാള് അങ്ങാടിയിൽ ഇറങ്ങിയപ്പോ കുറച്ച് ആളുകൾ ഇങ്ങനെ ഒരു ജാഥയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്, ഒരു പ്രകടനം ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോ ഇയാൾ ഇങ്ങനെ നോക്കി നിന്നു. എന്താണ് ഇപ്പൊ എന്റെ പ്രജകള്, എന്റെ പ്രജകൾ എന്താണ് ഇവിടെ ചെയ്തു കൂട്ടുന്നത്? ഒരു മുദ്രാവാക്യം വിളിക്കുകയാണ്. ഏത്? അങ്ങനെ ഒരു തമ്പുരാനൊന്നും ഇവിടെ ഇല്ല. അങ്ങനെ ഒരു തമ്പുരാൻ ഉണ്ടെങ്കിൽ ഞങ്ങളൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിച്ചിട്ട് ഇങ്ങനെ വരികയാണ്. തമ്പ്രാനെ ചോദ്യം ചെയ്തുകൊണ്ട് വരുന്നു. ഇത് ഞാൻ അള്ളാഹു എന്ന അർത്ഥത്തിലുള്ളതല്ല പറഞ്ഞത്.
തമ്പുരാൻ എന്ന പ്രയോഗം അതിൽ പെട്ടതുമല്ല, അത് വേറെ വിഷയമാണ്. അസ്മാഉൽ ഹുസ്ന ചർച്ച ചെയ്യുമ്പോൾ പറയേണ്ടതാണ്. പടച്ച തമ്പുരാൻ എന്ന് പറയുകയാണെങ്കിൽ ഏറെക്കുറെ ഒപ്പിക്കാൻ പറ്റും. വെറും തമ്പുരാൻ എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആവാൻ വളരെ പ്രയാസമാണ്. അപ്പൊ ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ഇയാളെ ചോദ്യം ചെയ്തുകൊണ്ട് ഇങ്ങനെ വരികയാണ്. എത്ര ആളായി പ്രകടനത്തിലുള്ളത്? ആകെ 10 ആൾ. ആകെ 10 ആളാണ് ഈ പ്രകടനത്തിലുള്ളത് നോക്കുക. എന്നാൽ ഈ മുതലാളിയുടെ ഈ ഒത്താശകളൊക്കെ ചെയ്തുകൊണ്ട് കൊടുത്ത് ഈ രാജ്യത്തെ മുഴുവൻ നോക്കിപ്പോറ്റി നടക്കുന്ന ഇയാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഇയാളിത് കാണുമ്പോൾ അങ്ങനെ തീരുമാനിക്കുകയാണ്, ആകെ 10 ആളെ പ്രകടനത്തിലുള്ളൂ, ബാക്കിയുള്ള 90 ആളും തന്നെ അനുസരിക്കുന്നവരാണ്. 100 എന്ന സങ്കല്പത്തിൽ എടുക്കുമ്പോൾ, അല്ലെ 10% ഉള്ളൂ, 90% ഏത് ചെയ്യുന്ന ഇയാൾ അംഗീകരിക്കുന്നുണ്ട്. 10% ആളുകൾ മാത്രമാണ് ഇയാൾക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നത്. 90 പേരും ഇയാളെ കാണുമ്പോഴേക്ക് വണങ്ങാൻ തയ്യാറാണ്, എഴുന്നേറ്റ് നിൽക്കാൻ തയ്യാറാണ്, കാല് പിടിച്ച് ചുംബിക്കാൻ തയ്യാറാണ്, എല്ലാറ്റിനും തയ്യാറാണ്. പക്ഷെ ഈ 10 ആളുടെ മുദ്രാവാക്യവും തമ്പുരാനെ ചൊടിപ്പിച്ചു. തമ്പുരാൻ ഒരു ബട്ടൺ അമർത്തിയാൽ, ഒരു സംഹാര ബട്ടൺ തമ്പുരാന്റെ കയ്യിലുണ്ട്, അതങ്ങോട്ട് ഞെക്കിയാല് ലോകം, ആ മഹല്ല് മുഴുവൻ അങ്ങോട്ട് കുട്ടിച്ചോറാവും. അതിന് ഒരു പ്രയാസമില്ല. എന്നാൽ ഈ 10 ആളുടെ പ്രതിഷേധം സഹിക്കാനാവാതെ അയാൾ എപ്പോഴും ആ ബട്ടൺ അമർത്തിയിട്ടുണ്ടാവും. അങ്ങനെയാണ്. നമുക്കൊന്നും സഹിക്കാൻ കഴിയൂല. എന്തിനാ ഈ ജാതിനെയൊക്കെ തീറ്റി പോറ്റുന്നതെന്ന് കരുതും. ഒന്നടങ്കം പോകട്ടെ. എന്നാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാണുന്നത് എന്താ? അള്ളാന്റെ ഭക്ഷണം, അള്ളാഹുവിന്റെ വെള്ളം, അള്ള കൊടുത്ത വായു ശ്വസിച്ച് കഴിഞ്ഞുകൂടുന്ന എല്ലാം അള്ളാഹുവിൻ്റെത്. അള്ളാഹു കൊടുത്തതല്ലാതെ ഒന്നും അടിമകളുടെ കയ്യിലില്ല. എന്നിട്ടോ ഈ ദുനിയാവിലുള്ള മനുഷ്യരെ വീക്ഷിക്കുമ്പോൾ അവരിൽ 10% മാത്രമേ അള്ളാഹുവിനെ അംഗീകരിക്കുന്നുള്ളൂ. 90% ധിക്കരിക്കുകയാണ്. എന്നിട്ടും ഇന്നുവരെ ഈ ഭൂമി താറുമാറാക്കിയിട്ടില്ല, ആ സംഹാര ഭക്ഷണം അമർത്തിയിട്ടില്ല. ഇത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലത്തീഫാണ് എന്നതിന്റെ തെളിവാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിന് സമാനമായ ഒരു ഉദാഹരണത്തിലൂടെ ഒരിക്കൽ ഈ വിഷയം വിശദീകരിച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്നും കഴിയാത്തൊരു കാര്യമാണ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് കഴിയും. ഇതാണ് ലത്തീഫിന് ഒരർത്ഥം കൊടുത്തത്. എന്നാൽ ചില മഹാന്മാർ ഇതിനർത്ഥം കൊടുത്തു, വിഷയങ്ങളെ ഉള്ളിന്റെ ഉള്ളോട്ട് കടന്നിട്ട് ചുഴുന്നറിയുന്നയാള് ലത്തീഫ്, ചുഴുന്നറിയുന്നയാള് വിഷയങ്ങളെ. അപ്പൊ പിന്നെ അൽ ഖബീർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥവും അത് തന്നെയാണ് സാധാരണ പറയാറുള്ളത്, സൂക്ഷ്മജ്ഞാനി. അപ്പൊ അത് അങ്ങനെ അർത്ഥം പറയുന്നവർ ഖബീറിന്റെ അർത്ഥം അവരൊന്നും കൂടെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. ഖബീർ എന്ന് പറഞ്ഞാൽ കേവലം സൂക്ഷ്മജ്ഞാനിയല്ല, മറിച്ച് ആ അറിയാവുന്ന അറിയാവുന്ന കാര്യം കുറ്റവാളിയുടെ മുഖത്ത് നോക്കി പറയാൻ ധൈര്യമുള്ളവൻ. അത് അള്ളാഹുവിന്റെ മാത്രം ഗുണമാണ്. കാരണം എന്താ? നിങ്ങളെ നാട്ടിലെ കുറെ പകൽമാന്യന്മാരെ നിങ്ങൾക്കറിയാം. അവർ ചെയ്തു കൂട്ടുന്ന പേക്കൂത്തുകൾ നിങ്ങൾക്കറിയാം. ഇയാൾ ആള് തീരെ ശരിയില്ല എന്നറിയാം, പകൽമാന്യനാണ്. സ്റ്റേജിൽ വന്നാൽ ഇയാൾക്ക് മുൻസഫിൽ തന്നെ കസേരയുണ്ട്, സംഗതിയൊക്കെ ശരിയാണ്. പക്ഷേ ഇയാൾ റെഡിയല്ല എന്ന് നമുക്കറിയാം. നാട്ടിലെ ഒരു വലിയ തമ്പുരാൻ അല്ലെങ്കിൽ ആരോ. എന്നാൽ ഈ മനുഷ്യരെ സംബന്ധിച്ച് നമുക്കത് അറിയുമെങ്കിലും, രാത്രിയായാലും ഇയാളുടെ ഏർപ്പാടെന്താന്ന് പറയാൻ അറിയുമെങ്കിലും അത് പറയാനുള്ള ധൈര്യം നമുക്കില്ല. എന്താ കാരണം? പറഞ്ഞാൽ അയാൾ നമ്മളെ വിഴുങ്ങിക്കളയും. അത്രമാത്രം സ്വാധീനവും പണവും തണ്ടുള്ള മനുഷ്യനാണ്. ഇത് പേടിച്ചിട്ട് നമ്മൾ മിണ്ടൂല. അപ്പൊ പലതും നമുക്കറിയാം, എല്ലാം നമുക്കറിയില്ല. അള്ളാഹുവിനെ പോലെ നമുക്ക് കാര്യങ്ങൾ അറിയില്ല. ഒരു പോരായ്മ, യാ അലീം, ഇൽമു തന്നെ നമുക്കില്ല. ഇനിയോ അറിഞ്ഞാൽ തന്നെ അത് മുഖത്ത് നോക്കി പറയാനുള്ള കഴിവ് അത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. നമ്മൾ പറഞ്ഞാൽ നമ്മളെ കഥ കഴിയും. എന്നാൽ അള്ളാഹു ഏതെങ്കിലും കുറ്റവാളികളെ ചൂളി നിൽക്കോ? ഇല്ല. ഏതെങ്കിലും കുറ്റവാളികളെ, പോക്കിരികള്
പേടിച്ച് ചൂളുന്ന പരിപാടി പടച്ചറബിനില്ല. സധൈര്യം കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയും, സധൈര്യം നിയമ നടപടികൾ സ്വീകരിക്കും, ശിക്ഷാ നടപടികൾ സ്വീകരിക്കും. അതിനൊന്നും അതിന്റെ പിന്നാലെ വല്ല നടപടികളും വരുമോ എന്ന് ലവലേശം പോലും അല്ലാഹു പേടിക്കുകയില്ല. സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹം, സമൂദ് ഗോത്രം, സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഒട്ടകത്തെ അറുത്തു. അല്ലാഹു ചെയ്യരുത് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരോട് കോപിക്കുന്നു. ഖുർആൻ പറഞ്ഞു, ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം ഫസവ്വാഹാ. അവർ ചെയ്ത അപരാധം കാരണം അവരുടെ രക്ഷിതാവ് അവരോട് കോപിച്ചു. ഫസവ്വാഹാ. അനന്തരം ആ രാജ്യത്തെ തന്നെ അല്ലാഹു അടിച്ചു നിരപ്പാക്കി. ഫസവ്വാഹാ. ആ രാജ്യത്തെ അങ്ങ് കുട്ടിച്ചോറാക്കി എന്നാണ് അതിന്റെ അർത്ഥം. ഫസവ്വാഹ, അടിച്ചു നിരപ്പാക്കി, ഒന്നും ബാക്കി വെച്ചില്ല. ആ കഥ ഖുർആൻ പല തവണ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഖുർആനിൽ. ഞാനത് അവതരിപ്പിക്കലല്ല എന്റെ ലക്ഷ്യം. ഈ അടിച്ചു നിരപ്പാക്കൽ പരിപാടി പ്രഖ്യാപിക്കുമ്പോ അള്ളാഹ് അവിടെ പറഞ്ഞൊരു സംഗതി ഉണ്ട്. അതെന്താ? എത്ര സധൈര്യമാണ് പടച്ചോൻ ഈ കൃത്യം നടപ്പിലാക്കിയത്. അതിന്റെ ശേഷം അള്ളാഹ് പറയുന്നു എന്ന് പറഞ്ഞാൽ, ഇത്രയും വലിയൊരു കൗമ് ഇവരാരാ? പാറകള് നൊടിയിട കൊണ്ട് തുരന്നിട്ട് വീടുണ്ടാക്കുന്ന ടീമാ. ഇതാണിത് ടീം. ഭയങ്കര മല്ലന്മാരായിരുന്നു, ശക്തന്മാരായിരുന്നു. ആ ടീമിനെങ്ങനെ അടിക്കുമ്പോ, അവരെ ഒതുക്കുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാ, വലാ യഖാഫു ഉഖബഹാ, വലാ യഖാഫു ഉഖബഹാ. അതിന്റെ പിന്നാലെ എന്ത് കോത്താമ്പിയാ വരിക എന്ന പേടി പടച്ചറപ്പിന് ഉണ്ടായിട്ടില്ലേ ഇല്ല. വലാ യഖാഫു ഉഖബഹാ എന്ന് പറഞ്ഞാൽ അവർക്ക് ശിക്ഷാ നടപടി നൽകിയത്, അവരോട് അല്ലാഹു ശിക്ഷാ നടപടി സ്വീകരിച്ചത് സധൈര്യമാണ്. ഒരു കൂസലുമില്ലാതെയാണ് അവർക്ക് ശിക്ഷാ നടപടികൾ അവരോട് സ്വീകരിച്ചത്. അതെന്തേ? ദുന്യാവിൽ ഏത് ശക്തൻ ഏത് ദുർബലനെ തല്ലിയാലും ഒരു പേടിണ്ടാകും ഇറങ്ങി നടക്കാൻ. ഇന്നലെ നമ്മൾ പറഞ്ഞൊരു കൊലപാതക കേസ്. ഇനിയിപ്പോ ആ മനുഷ്യൻ ഏതായാലും നമ്മളെ രാജ്യമാണല്ലോ, അപ്പൊ എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇയാൾ നാട്ടിലിറങ്ങി കോളറും കുലുക്കി നടക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. ആ കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇവിടെ കുറ്റകൃത്യങ്ങൾ പെരുകുന്നതും. യാതൊരു സംശയവും വേണ്ട. കാരണം ഇസ്ലാമിക ഭരണകൂടമുള്ള ഒരു സ്ഥലത്തായിരുന്നുവെങ്കിൽ ഞാൻ പറയുന്നു, ഗണ്യമായി കൊലപാതകങ്ങൾ കുറയും. കൊന്നാല് എന്റെ തലയും പോകുന്നുള്ള ബോധം ഉണ്ടായാൽ, ഇയാളിപ്പോ സൗദിയിലാണെങ്കിൽ ഇയാളെ കഥ കഴിഞ്ഞല്ലോ, എല്ലാവരും പ്രഖ്യാപിച്ചു കഴിഞ്ഞു അല്ലേ? സൗദിയിലാണെങ്കിൽ ഇനി ഒന്നും നോക്കണ്ട, കണ്ണൊക്കെ വെച്ചാൽ മതി, ഉറപ്പ് അയാളെ കൊന്നുകളയും. നമ്മളെ നാട്ടില് അതിനൊക്കെ വകുപ്പുകൾ ഉണ്ടാക്കി നിയമത്തിന്റെ പഴുതുകളിലൂടെ പതുക്കെ ഇറക്കി വിടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഞാൻ പറയുന്നത് ഇറങ്ങി നടന്നാൽ ഇയാൾക്ക് വല്ല സമാധാനം ഉണ്ടാവോ? ഇയാൾ ആപേക്ഷികമായി പറയുമ്പോൾ ഇയാളെക്കാൾ ശക്തനെയാണ് ഇയാൾ കൊന്നത്. അത് പോട്ടെ, ഇവൻ കൊന്നുകളഞ്ഞത് അങ്ങനെയാ. ഞാൻ പറയുന്നത് പരമസാധുവായ ഒരു മനുഷ്യൻ, ആരോഗ്യവുമില്ല, മുതലുമില്ല, സ്വാധീനവുമില്ല, ആൾബലവുമില്ല, സാമ്പത്തിക ബലവുമില്ല, ഒന്നുമില്ലാത്ത ഒരു പാവത്തിനെയാണ് ഒരാൾ കൊന്നത്. എന്നാൽ വല്ല സമാധാനം ഉണ്ടാവോ? ഇല്ല. കൊന്നത് നോക്കണ്ട, ആക്രമിച്ചത് എന്ന് വെച്ചോ. വലിയ ദുൽമ ചെയ്തു അയാളോട്. ആക്രമിച്ചാൽ തിരിച്ചടി വരുമോ എന്ന് പേടി ഈ പ്രബലനും ഉണ്ടാവും. അങ്ങനെ ഒരു വെപ്പുണ്ടായിരുന്നു. ഞങ്ങളെയൊന്നും ആർക്കും തൊടാൻ പറ്റൂല എന്ന് മുമ്പ് അമേരിക്കക്ക് ഒരു വെപ്പുണ്ടായിരുന്നു. ലോക പോലീസ് ചമയുന്ന അമേരിക്കക്ക്. അമേരിക്കന്റെ ആ ഹുങ്ക് നിന്നല്ലോ വേൾഡ് ട്രേഡ് സെന്റർ തകർന്നതോടുകൂടി അത് കഴിഞ്ഞു. അന്നവർ ആ കുറ്റം ആരോപിച്ച് തലയിലിട്ടതോ വളരെ അവരുടെ ഭാഷയിൽ വളരെ ദുർബലനായ ഒരാളുടെ തലയിൽ. അപ്പോ ഏത് ദുർബലനും ഏത് പ്രബലനെയും തല്ലാൻ പറ്റും. ഇരുട്ടിന്റെ മറവിൽ നിന്ന് ആക്രമണം നടത്താൻ അതിന് കുറെ മതിയാവണമെന്നൊന്നുമില്ല. അത് കൊള്ളേണ്ടതുപോലെ അങ്ങോട്ട് കൊണ്ടാല് ഏത് വലിയ ശക്തനും വീഴും, സംശയിക്കേണ്ടതില്ല. ഏത് ദുർബലനെ കൊണ്ടും എത്ര വലിയ പ്രബലനെയും ഒതുക്കിക്കളയാൻ കഴിയുമെന്നുള്ളതാ സത്യം. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹു ധൈര്യം, സധൈര്യമാണ് അല്ലാഹു കാര്യങ്ങൾ നടപ്പാക്കുന്നത്. ഒരു പേടിയില്ല. ഇതാണ് അൽ ഖബീർ. കുറ്റവാളിയുടെ മുഖത്ത് നോക്കി കാര്യം പറയാൻ ധൈര്യമുള്ളവൻ. നാളെ ഫറോവയെ നിർത്തിയിട്ട് വിറപ്പിക്കുക അല്ലാഹു.
ഖാറൂൻ മുതലാളിയെ നിർത്തിയിട്ട് വിറപ്പിക്കും അല്ലാഹു. നമ്രൂദിനെ നിർത്തിയിട്ട് ശരിക്ക് പൊരിക്കും അല്ലാഹു. ഇത് നാളെ പരലോകത്ത് നടക്കാൻ പോകുന്നതാണ്. ആരോടും അവന്റെ മുഖത്ത് നോക്കിയിട്ട് കാര്യം ചോദിക്കാൻ, തുറന്ന ഭാഷയിൽ സംസാരിക്കാൻ അല്ലാഹുവിനൊരു പ്രയാസവുമില്ല. അതും കൂടെ ഖബീറിന്റെ അർത്ഥതലമാണ്. യാ അലിയു യാ കബീറു യാ അലീം, സർവ്വരഹസ്യങ്ങളും അറിയുന്ന നാഥ. യാ ഖദീർ, എന്തിനും ഖുദ്റത്തുള്ള കഴിവുള്ള റബ്ബേ. ഞാൻ കഴിവ് കുറഞ്ഞവനാണ്, പക്ഷെ നിനക്കെല്ലാറ്റിനും കഴിവുണ്ടല്ലോ പടച്ചോനെ. എന്തൊക്കെ പ്രതിസന്ധികളുണ്ടോ ആ പ്രതിസന്ധികളൊക്കെ യാ ഖദീർ എന്ന വിനയപൂർവമുള്ള വിളിയുടെ ചുരുളിൽ കിടക്കുന്നു. നമ്മുടെ മനസ്സിലുള്ള മുഴുവൻ പ്രതിസന്ധികളുടെയും പരിഹാരങ്ങൾ യാ ഖദീർ എന്ന് മനസ്സറിഞ്ഞങ്ങ് വിളിക്കുമ്പോ ആ വിളിയുടെ ചുളുവിൽ കിടക്കുന്നുണ്ട് എല്ലാറ്റിനുള്ള പരിഹാരങ്ങള്. യാ സമീർ, എല്ലാം കേൾക്കുന്ന, യാ ബസീർ, എല്ലാം കാണുന്ന, യാ ലത്തീഫ്, പരമദയാലുവായ, യാ ഖബീർ, സൂക്ഷ്മജ്ഞാനിയായ അല്ലാഹുവേ. അല്ലാഹുവിനെ അസ്മാഉൽ ഹുസ്നയിൽ പറയപ്പെട്ട നാമങ്ങൾ ചൊല്ലി വിളിക്കുക എന്നുള്ളത് വളരെ ബഹുമാനപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആലോചിക്കുക, ഈ ദിക്റിന് വലിയ മഹത്വമുണ്ട് എന്ന് നിങ്ങളെ പ്രത്യേകം പറഞ്ഞറിയിക്കേണ്ടതില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കബീറാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കബീർ? വലിയവൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലുപ്പം കാണിക്കുന്നവനാണോ? തീർച്ചയായിട്ടും വലുപ്പം കാണിക്കാൻ, പ്രകടിപ്പിക്കാൻ ലോകത്തൊരാൾക്ക് അർഹതയുണ്ടെങ്കിൽ അത് അല്ലാഹുവിന് മാത്രമാണ്. കബീറിനെ പറ്റി ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു, ദുൽ കിബ്രിയാൽ. കബീർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദുൽ കിബ്രിയാൽ, വലുപ്പം ഉള്ളയാള്. ഇത് വലുപ്പത്തരം കാട്ടുന്ന ആള്. ഇത് അല്ലാഹുവിന് അധികാരമുണ്ട്. കിബിർ കാട്ടാൻ ലോകത്തൊരാൾക്ക് അധികാരം ഉണ്ടെങ്കിൽ അത് അല്ലാഹുവിന് മാത്രമാണ്. അൽ മുതകബ്ബിറു ജല്ല ജലാലു, അൽ മുതകബ്ബിറു ജല്ല ജലാലു. അല്ലാഹുവിന്റെ നാമങ്ങളുടെ, തിരുനാമങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു നാമമാണ് അൽ മുതകബ്ബിർ. അത് നമ്മളെ പറ്റി പറഞ്ഞാൽ തീരെ ചേരാത്ത പേരാണ് അൽ മുതകബ്ബിർ. അഹങ്കാരി എന്നാണ് നമ്മളെ പറ്റി അതിന് അർത്ഥം പറയുന്നത്. എന്നാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് കിബിർ ഉണ്ടായാലും വല്ല കുഴപ്പമുണ്ടോ? കാരണം എന്താ? അല്ലാഹുവിനേക്കാൾ വലിയ ഒരാളുണ്ടെങ്കിലല്ലേ അല്ലാഹ്ക്ക് അയാളുടെ മുമ്പിൽ ഒതുങ്ങണമെന്ന വിഷയമുള്ളൂ. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കബീറാൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കബീറാൻ. യാ അലി, യാ അലിയു, യാ കബീറു, യാ അലീമു, യാ ഖദീർ, യാ സമീഉ, യാ ബസീറു, യാ ലത്തീഫു, യാ ഖബീർ. ഇത് ഒരുപാട് സംഗതികളിലേക്ക് വെളിച്ചം വീശുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ശേഷമുള്ള ദിക്റുകളെ മാനിച്ചുകൊണ്ട് തൽക്കാലം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആ ചർച്ച ഞാൻ ചുരുക്കിക്കളയുകയാണ്. ഇനി നമുക്ക് 16ാമത്തെ ചർച്ചയിലേക്ക് കിടക്കാം, ദിക്റിലേക്ക്. എന്താണത്? അത് വല്ലാത്തൊരു ദിക്റാണ്. ശരിക്കും ശ്രദ്ധിച്ചോളൂ. ചൊല്ലാൻ പറ്റിയ ദിക്റാണ്. ഈ ഇരിക്കുന്നവരിൽ പലരുടെയും പ്രതിസന്ധി തീരാൻ പോവുകയാണ്. ഹബീബിന്റെ തിരുനാക്കിലൂടെ ഹബീബ് പറഞ്ഞത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. യാ ഫാരിജൽ ഹം വയാ കാശിഫൽ ഗം യാ മൻ ലിഅബ്ദിഹി യഗ്ഫിറു വയർഹം. എത്ര ഉദാത്തമായ ഒരു ദിക്ർ! എന്തൊരു സൗന്ദര്യമുണ്ടതിനെ! ഈ ദിക്റിന്റെ ചാരുത എത്രയാണ്! യാ ഫാരിജൽ ഹം, യാ ഫാരിജൽ ഹമ്മി വയാ കാശിഫൽ ഗം, യാ ഫാരിജൽ ഹം, ടെൻഷൻ അകറ്റുന്ന റബ്ബേ. നോക്കിക്കോ, ടെൻഷൻ അകറ്റുന്ന റബ്ബേ. യാ ഫാരിജൽ ഹം. ഒരു ടെൻഷൻ ഫ്രീ ലൈഫ് ഇതാഗ്രഹിക്കാത്ത ഒരൊറ്റ ആളുമില്ല. ടെൻഷൻ ഇല്ലാത്ത ജീവിതം ആഗ്രഹിക്കാത്ത ഒരു കുട്ടിയും ഉണ്ടാവില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നു സമാധാനപൂർവമുള്ള ഒരു ജീവിതം. ടെൻഷൻ ഉണ്ടാകരുത്. നോക്കൂ നിങ്ങൾ, ഇന്ന് ഏറ്റവും കൂടുതൽ തിരക്കനുഭവപ്പെടുന്ന ഒരു മേഖലയാണിത്. ഈ സൈക്കോളജിസ്റ്റുകളുടെ അടുത്ത് മാനസികമായ വിഭ്രാന്തികളാണ് എല്ലാവരുടെയും രോഗങ്ങൾ. അതിന് എത്ര വലിയ ഫീസ് ഈടാക്കിയാലും അവിടെ ചെല്ലുന്നു, അവരെ കാണുന്നു. ഇതൊരു സത്യമാണ്. സൈക്കാട്രിസ്റ്റുകളെ കാണുന്നു. അതൊരു വിഷയമല്ല, എത്ര വലുതും.
എത്ര വലിയ പണവും അവര് നിശ്ചയിക്കുകയാണ്, അവരങ്ങോട്ട് നിശ്ചയിക്കുകയാണ്, എനിക്ക് ഇത്ര റുപ്യ ഫീസാണ്, 1000 റുപ്യ ഫീസാണ് കൊടുക്കാൻ തയ്യാറാണ്. എല്ലാവരുടെയും പ്രശ്നമാണ് ടെൻഷൻ. അതുകൊണ്ടാണ് ഇത്തരം ക്ലാസുകൾ സംഘടിപ്പിച്ച ഭയങ്കര ആൾക്കൂട്ടായിരിക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്തരം ഒരു തലക്കെട്ടിൽ ടെൻഷൻ ഫ്രീ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു പരസ്യം കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി, കാരണം എല്ലാവർക്കും ടെൻഷനാണ്. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കും ടെൻഷനാണ്, ഡോക്ടർമാർക്കും ടെൻഷനാണ്, ഒക്കെ എല്ലാവർക്കും ടെൻഷനാണ്. രോഗികൾക്ക് മാത്രമല്ല ടെൻഷൻ. എല്ലാവരും കൂടെ പരിഹാരത്തിന് വേണ്ടി ഓടി വരിക. യാ ഫാരിജൽ ഹം, ടെൻഷൻ അകറ്റുന്നവനെ അല്ലാഹുവിനെ വിളിക്കുക. ടെൻഷൻ അകറ്റുന്ന റബ്ബേ, വ്യാകുലതകൾ അകറ്റിത്തരുന്നവനെ. യാ ഫാരിജൽ ഹം വയാ കാശിഫൽ ഗം, വയാ കാശിഫൽ ഗം, മനോവ്യഥകൾ തീർക്കുന്നവനെ. യാ ഫാരിജൽ ഹം, ടെൻഷൻ അകറ്റുന്നവനെ. വയാ കാശിഫൽ ഗം, മനോവ്യഥകൾ തീർത്തു തരുന്ന റബ്ബേ. എന്താ പടച്ചോനോട് പറയാനുള്ളത്? ഇനിയും വിളിക്കാ പടച്ചോനെ. 2 വിളി വിളിച്ചു. ഇനി പറയുന്നു യാമൻ, അല്ലാഹുവിനെ വിളിക്കുന്നു. യാമൻ ലി അബ്ദിഹി, യാമൻ ലി അബ്ദിഹി യഗ്ഫിറു വയർഹം, അവന്റെ അടിമക്ക് പൊറുക്കുകയും അടിമയോട് കരുണ കാണിക്കുകയും ചെയ്യുന്നവനെ. യാമൻ, അല്ലാഹുവിനെ വിളിക്ക, ഒരുത്തനെ എന്ന് വിളിക്ക. ആരാണ് അല്ലാഹു? യഗ്ഫിർ ലി അബ്ദിഹി യഗ്ഫിറു വയർഹം, തന്റെ അടിമക്ക് പൊറുക്കുകയും തന്റെ അടിമയോട് കാരുണ്യം കാണിക്കുകയും ചെയ്യുന്നവനെ. എന്റെ ടെൻഷൻ അകറ്റണം, എന്റെ മനോവ്യതകൾ തീർക്കണം, എന്നോട് കരുണ കാണിക്കണം, എനിക്ക് പുറത്തു തരണം. ഇതൊക്കെയാണ് ഈ വിളിയിലുള്ളത്. അത് പറയുന്നില്ല, വിളിച്ചങ്ങ് വെക്കുകയാണ്. യാ ഫാരിജൽ ഹം വയാ കാശിഫൽ ഗം, പ്രശ്നം പറയുന്നില്ല. ഇത് ഏറ്റവും സുന്ദരമായൊരു ശൈലിയാണ്. ഇതേറ്റവും സുന്ദരമായൊരു ശൈലിയാണ്. ടെൻഷൻ അകറ്റുന്നവനെ, എന്റെ ടെൻഷൻ അകറ്റണേ എന്ന് പറയണ്ട. അതിലേറെ സൗന്ദര്യമുള്ള ശൈലി ഏതാണ്? ടെൻഷൻ അകറ്റുന്ന റബ്ബേ. ബാക്കി നമ്മൾ പറയണ്ട. ബാക്കി ഏതൊരാൾക്കും കൂട്ടിച്ചേർത്ത് വായിക്കാൻ പറ്റും. എന്റെ വിഷമങ്ങൾ തീർത്തു തരണേ എന്നാണ് അതിന്റെ അർത്ഥം. യാ ഫാരിജൽ ഹം വയാ കാശിഫൽ ഗം, മനോവ്യഥകൾ തീർത്തു തരുന്ന, എല്ലാ സങ്കടങ്ങളുടെ ദുഃഖങ്ങളുടെ കാർമേഘങ്ങൾ നീക്കി സന്തോഷവും ആശ്വാസവും കൊണ്ടുവരുന്ന റബ്ബേ. യാമൻ ലി അബ്ദിഹി യഗ്ഫിറു വയർഹം, തന്റെ അടിമക്ക് പുറത്തു കൊടുക്കുകയും തന്റെ അടിമയോട് കരുണ കാണിക്കുകയും ചെയ്യുന്ന റബ്ബേ. എന്താണ് ഈ ദുആഇന് ഇത്ര മഹത്വം? ഞാൻ പറഞ്ഞു, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ചിന്തിക്കണമെന്നും തുടക്കത്തിൽ പറഞ്ഞതാണ്. എന്താണ് ഈ ദുആഇന്റെ മഹത്വം? ബഹുമാനപ്പെട്ട ബീവി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്നു, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി പറയുന്നു, ഖാല ലി അബീ, എന്റെ പൊന്നുപ്പ എന്നോട് പറഞ്ഞു. ആരാ പൊന്നുപ്പ? ആയിഷ ബീവിയുടെ ഉപ്പ ആരാണ്? ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു എന്നാ അതിന്റെ അർത്ഥം. എന്റെ വാപ്പ എന്നോട് പറഞ്ഞു, ഉഅല്ലിമുകി ദുആഅൻ അല്ലമനീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂല് എനിക്ക് പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥന, മോളെ ആയിഷ, ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെ. കണ്ടോ, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്ത ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെ എന്ന് വാപ്പ മോളോട് ചോദിക്കുകയാണ്. അപ്പൊ ആയിഷ ബീവിക്ക് പോലും ആ വിവരം കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു, എന്താണ് ഉപ്പ ഒന്ന് പറഞ്ഞു തരൂ. ഉപ്പ പറഞ്ഞു, വകാന ഈസാ യുഅല്ലിമുഹുൽ ഹവാരിയീൻ. ഈസാ നബി അലൈഹിസ്സലാം തന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചിരുന്ന ദുആ ആണത്. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നബി പ്രത്യേകം പഠിപ്പിച്ചു പോയത്. ഈസാ നബി തന്റെ സ്വന്തക്കാർക്ക് പഠിപ്പിച്ചിരുന്ന ദുആ ആണ്. എന്താണത്? ആ ദുആഇന്റെ മഹത്വം എന്താണ്? പിന്നെയും മഹത്വത്തിലേക്ക് തന്നെ വരികയാണ്. ദുആ പിന്നെയാ പറയുന്നത്, ലൗ കാന അലൈകി മിസ്ലു ഉഹുദിൻ ദൈനാ, ലൗ കാന അലൈകി മിസ്ലു ഉഹുദിൻ ദൈനാ. ആയിഷോ, നിനക്ക് ഉഹുദ് മലയോളം വലുപ്പത്തിൽ കടം കുന്നുകൂടി കിടക്കുന്നുണ്ടെങ്കിൽ പേടിക്കണ്ട. ലഖല്ലാഹുല്ലാഹു അൻകി,
അള്ളാഹു ആ കടം നിഷ്പ്രയാസം വീട്ടിത്തരും. ഈ ദ്വാരെന്നാൽ അങ്ങനെ ഒരു ദുആ ഹബീബ് എനിക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. കടം വീടാനുള്ള ദുആ, കടം വീടാനുള്ള ദുആ. ഇത്രയൊക്കെ ഗൗരവത്തിൽ ഇപ്പോൾ ഒരുപാട് പറഞ്ഞല്ലോ അതിനെപ്പറ്റി. റസൂലുള്ളാഹി നേരിട്ട് എനിക്ക് പഠിപ്പിച്ചതാണ്. ഈസാ നബി തന്റെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചിരുന്ന ദുആ ആണ്. ഉഹുദ് മലയോളം കടമുണ്ടെങ്കിൽ അത് വീടിപ്പോകും. ഈമാനോട് കൂടെ ചെല്ലിയാൽ പല തവണ, ഒരു ദിവസോ 2 ദിവസോ 1 മാസോ ചൊല്ലിയിട്ട് വീടുന്നില്ലെങ്കിൽ ഇരുന്ന് ചൊല്ല്. അല്ലാഹു തആല എപ്പോഴാ നമ്മുടെ ഹൃദയ ശുദ്ധിക്കനുസരിച്ച് ഒറ്റ തവണ വിളിക്കുമ്പോഴേക്കും ഉത്തരം കിട്ടിയേക്കാം. ചിലപ്പോ 10,000 തവണ പടച്ചവനോട് പറയേണ്ടി വരും. അത് നമ്മുടെ ഹൃദയ ശുദ്ധിക്കനുസരിച്ചാണ്. അല്ലാഹു സ്വീകരിക്കും, ഉറപ്പ്. ഈ ദുആ ഏതാണെന്ന് അറിയാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. കാരണം കടം വീടുക എന്നുള്ളതൊരു വലിയ പ്രതിസന്ധിയാണ്. കടമില്ലാത്തവർ വളരെ കുറവായിരിക്കും. പ്രത്യേകിച്ച്